അപ്പൊ വന്ന് ഉസ്താദിനെ കാണില്ല. കാണുന്നില്ലേ? അപ്പൊ കാണുന്നുണ്ട്. രണ്ടുമായി. ഞാൻ കാണാനില്ല. എന്റെ പ്രശ്നമല്ല കേട്ടോ, നെറ്റ്വർക്ക് മൊത്തത്തിൽ പ്രോബ്ലം. ഇന്റർനെറ്റ് മൊത്തത്തിലുള്ള പ്രോബ്ലം. നമ്മൾ കണക്ഷൻ മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. സൽ ബനി ഇസ്രായേൽ. സല്ലിന്റെ പൂർണ്ണക്രിയ എന്താണ്? അല്ല ആണോ? അതെ, ബനി ഇസ്രായേല. അപ്പൊ ബനി ഇസ്രായേൽ എന്താണ്? സല്ലിന്റെ എന്തായിട്ട് വരും? അതെ, അതിന്റെ എന്താണ് ബനി ഇസ്രായേൽ? അവിടെ ഒരു ക്രിയയാണെങ്കിൽ ക്രിയയുടെ കർമ്മമാണ് ബനി ഇസ്രായേൽ. സൽ ചോദിക്കുക. ആരോട് ചോദിക്കുക എന്നത് കർമ്മത്തിന്റെ സ്ഥാനത്തായിട്ടാണ് വരിക. അപ്പൊ സൽ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാരോട് ചോദിക്കുക. അപ്പൊ കർമ്മത്തിന്റെ സ്ഥാനത്ത് അതെങ്ങനെ മനസ്സിലാവുക? കർമ്മാണെന്ന് എങ്ങനെ മനസ്സിലാവുക? സൽ ചോദിക്കുക. ആരോട് ചോദിക്കുക? ചോദിക്കുക ആരോടാണ് എന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തായിരിക്കും വരിക. ഓക്കെ എന്ന് പറഞ്ഞ പോലെ. അപ്പോ ബനി ഇസ്രായേല എന്നത് ബനൂനയാണ് യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ രൂപം. ബനൂന. അത് എന്തായി? ബനീന എന്നായി. ബനീന ആകാൻ കാരണം സല്ലിന് അത് കർമ്മത്തിന്റെ സ്ഥാനത്തായതുകൊണ്ട് ബനീന എന്നു നസ്ബ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫത്തഹ കൊടുക്കുമ്പോഴത്തേക്ക് ചെയ്യുമ്പോൾ എന്താവും? ബനീന എന്നാവും. പിന്നെ ബനീനയെ ഇസ്രായേലിലേക്ക് ചേർക്കുമ്പോൾ ബഹുവചനത്തിന്റെ ന കളഞ്ഞിട്ടാണ് അടുത്ത വാക്കിലേക്ക് ഇറാഫത്ത് ചെയ്യുന്നത്. അപ്പൊ ബനി ഇസ്രായേല, ബനു ഇസ്രായേൽക്കാരോട് ചോദിക്കൂ. കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന. നാം എത്ര ദൃഷ്ടാന്തങ്ങളാണ്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. നാം എത്ര എന്നാണ് ഇവിടെ ചോദ്യം കേട്ടോ. കം ആതൈനാഹും എന്ന് പറഞ്ഞാൽ നാം അവർക്ക് എത്ര കൊടുത്തു? മിൻ ആയത്തിൻ ബയ്യിനത്തിൻ, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ ഒന്ന് മിൻ എന്നുള്ളത് അതിനാൽ അല്ലെങ്കിൽ അതിൽ നിന്നുമെന്നല്ല, ആ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാകുന്ന എത്ര എണ്ണമാണ് നമ്മൾ അവർക്ക് കൊടുത്തത് എന്നാണ് ചോദ്യം. അപ്പൊ എത്ര എണ്ണമാണ് എന്ന നമ്പർ ഉത്തരമല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് മലയാളത്തിൽ നമ്മൾ പറയുന്ന എത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അനവധി ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അനവധി ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ എഴുതിയിടണം. ദൃഷ്ടാന്തങ്ങൾ ബനൂ ഇസ്രായേലുകാർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. മൂസാ നബി അലൈഹി ഇസ്ലാമയ്ക്കും ഈസാ നബി അലൈഹി ഇസ്ലാമയ്ക്കുമായി നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. നമുക്കറിയാം, മൂസാ നബി അലൈഹി ഇസ്ലാമയ്ക്ക് വടിയിട്ടാൽ പാമ്പാകുന്ന അടയാളം കാണിച്ചു കൊടുത്തു. കൈ ചേർത്ത് വെച്ചിട്ട് എടുത്താൽ പ്രകാശിക്കുന്ന അടയാളം കാണിച്ചു കൊടുത്തു. അതേപോലെ അവര് തവളയെ കൊണ്ട് പരീക്ഷിച്ചു. എന്നിട്ട് തവളയുടെ ശല്യം മാറ്റിയാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പോ തവളയുടെ ശല്യം മാറ്റി കൊടുത്തു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. പിന്നെ അവര് പേനിനെ കൊണ്ട് പരീക്ഷിച്ചു. അപ്പൊ പേനിന്റെ ശല്യം മാറ്റിയാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവര് പേനിന്റെ ശല്യം മാറ്റി കൊടുത്തു. അവർ വിശ്വസിച്ചില്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിനെ എന്ത് ചെയ്യുക? ഇതേ ചോദ്യം തന്നെ, അല്ലെങ്കിൽ കമ്മാത്തിനാഹുമിനായത്തിൻ ബയ്യിന, എന്താ പറയാ, അല്ല ആയാത്തുല്ലത്തി ഊത്തിയത്ത് ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലുകാർക്ക് കൊടുത്ത് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ എന്നുകൊണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എവിടെ സെർച്ച് ചെയ്യണം? ചാറ്റ് GPT സെർച്ച് ചെയ്യണം. എന്നിട്ടപ്പം കണ്ടെത്തിയിട്ട് പഠിക്കണം. ചാറ്റ് GPT നിർബന്ധമായിട്ട് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വാജിബായ സംഗതിയാണ്. അതിനാണ് നമ്മൾ ഇനി നോട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നമ്മളെ നോട്ട് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കല്ല, ഇതിൽ തന്നെ സമ്മറി കിട്ടും. അതിന്റെ ഒരു സാധനം ഒന്ന് ഇട്ടുതരുമോ? ഇട്ടുതരാൻ കഴിയുമോ? ചാറ്റ് GPT അത് അറിയുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. അവർ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഈ സ്വരം കേട്ട ആൾക്കാർ നിങ്ങളെ സഹായിക്കും. അവര് അല്ലെങ്കിൽ നമ്മുടെ ഷഫല ടീച്ചർ, ഫാത്തിമ സെക്രട്ടറി, അവരെ കോണ്ടാക്ട് ചെയ്താൽ അവർ അത് തരും. ടീച്ചറോടോ ഫാത്തിമയോടോ ഞാൻ ചോദിച്ചോണ്ട്. അവർക്ക് നമ്മൾ അതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്.
അവരുമായി കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ChatGPT ഉപയോഗിക്കുന്നില്ല എന്നാലും പറയുന്നത്. അല്ല, അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന രീതിയിൽ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഖുർആനാണ് ഈ ChatGPT പോലത്തെ സംഭവം നോക്കുന്നത്. ലോകം മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. വെബ്സൈറ്റിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അരിച്ചു പറക്കിയിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത് എഴുതിയിട്ടിടാൻ പറഞ്ഞതിനാണ് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതിൽ സ്കലിതങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത്. ഏത് ടെക്നോളജിയും വരുമ്പോൾ അതിന് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല, ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഖുറാന്റെ കാര്യം, ഇസ്ലാമിന്റെ കാര്യം, വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു ഗൈഡിന്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. ഒരു മാർഗദർശകന്റെ ഉപദേശം സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ. കാണുന്ന എല്ലാം നമ്മൾ ഇത് അതാണെന്ന് വിചാരിച്ചുള്ളത്. ഞാൻ തന്നെ ChatGPT സെർച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പൊ അത് നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കിട്ടും. അതിന്റെ ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് എന്ത് ചെയ്തു? മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള അടയാളം കൊടുത്തു. അതേപോലെ പാണ്ഡ്യരോഗികളെ രോഗം മാറ്റാനുള്ള അടയാളം കൊടുത്തു. കണ്ണ് ദൃഷ്ടി കാഴ്ചയില്ലാത്തവരെ കാഴ്ച വരുത്തുന്ന അടയാളം കൊടുത്തു. അങ്ങനെ അനവധി ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കെന്താണ്? ഉത്തമമായ പാഠമാണ്. ഒരു കുറെ തെളിവുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക. ജനങ്ങൾ വിശ്വസിച്ചു കളയും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ പറയും ഇവന് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിന് ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സംഭവിച്ചു, അയാളങ്ങ് മരിച്ചുപോയി, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും സംഭവിച്ചു, അയാളെ ഒരു ത്യാഗത്തിൽപ്പെട്ട്. അപ്പൊ അതൊരു ദൃഷ്ടാന്തമായി ജനങ്ങൾ കരുതിയാൽ, അങ്ങനെയാണെങ്കിൽ പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കും. പലസ്തീൻ ഒരു രാഷ്ട്രമായിട്ട്, ഒരു വിശാല രാഷ്ട്രമായിട്ട് അന്നുണ്ടായിരുന്ന തരത്തിലേക്ക് അവരെ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുമോ? അങ്ങനെ ഒരിക്കലും വരില്ല. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടല്ല, കാണിച്ചു കൊടുത്താൽ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ബനീ ഇസ്രായേലുകാർ പൂർണ്ണമായും ഈ ബനീ ഇസ്രായേലുകാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അവർ മുസ്ലിം സമൂഹമാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ആൾക്കാരാണ്. ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കൂടെയുള്ള ആൾക്കാർ. ക്രിസ്ത്യൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അവര് മൂസാ നബി അലൈഹി ഇസ്ലാമയെ വരുന്ന സന്ദർഭത്തിൽ ബനൂ ഇസ്രായേലുകാർ എന്ന ഒരു വിഭാഗം അവിടെ അങ്ങനെ ഒരു വിഭാഗമായി തന്നെ അറിയപ്പെട്ടു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ സന്തതി പരമ്പരയായിട്ട് അവരറിയപ്പെട്ടു. അവർ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടാണ് അറിയപ്പെട്ടത്, മുസ്ലിം സമൂഹം. അപ്പൊ ഈ മുസ്ലിം സമൂഹം എന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഉത്തമമായ ദൃഷ്ടാന്തമാണ്. അപ്പൊ ഒരു മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അങ്ങനെ തള്ളിക്കളയാൻ പറ്റണമെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം കുറെ ആൾക്കാരെ തള്ളിക്കളയണം. ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. അത് നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. അപ്പൊ ബനൂ ഇസ്രായേലുകാർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പോലെ വിശാലമായ ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? ബനൂ ഇസ്രായേലുകാർക്ക് എത്ര ദൃഷ്ടാന്തങ്ങൾ നാം നൽകി. ആ ദൃഷ്ടാന്തങ്ങളൊക്കെയും നൽകിയിട്ട് അവർ എന്ത് നിലപാടാണ് ആ ദൃഷ്ടാന്തങ്ങളോട് സ്വീകരിച്ചത്? ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ മറുപക്ഷത്തുള്ള കൗണ്ടർ പാർട്ട്, എതിർ കക്ഷികൾ വിശ്വസിക്കുന്നതിൽ അവർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുസ്ലിം സമൂഹത്തിനകത്തുണ്ടായിരുന്നവർ, മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും ഈസാ നബി അലൈഹി ഇസ്ലാമയുടെയും സമൂഹം എങ്ങനെയായിരുന്നു? സമൂഹം ഒന്നടങ്കം ശരിയായ പാതയിലാണോ നിലകൊണ്ടിരുന്നത്? അല്ല, അവരിൽ എന്തുണ്ടായിരുന്നു? സ്ഖലിതങ്ങളുണ്ടായിരുന്നു, ഇന്ന് ചെയ്യുന്നവരുണ്ടായിരുന്നു, അവരും അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, അതേപോലെ ശിർക്ക്പരമായ ആചാരങ്ങളുണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പഠിക്കേണ്ട പാഠമുണ്ട്. ഒമൻ യുബദ്ദിൽ നിഅമത അല്ലാഹി, ഏതൊരുവൻ ബദ്ദല യുബദ്ദിലു മാറ്റിമറിക്കും, നിഅമത അല്ലാഹി അള്ളാന്റെ അനുഗ്രഹങ്ങളെ, മിൻ ബഅദി മാ ജാഅതുഹു അവന്റെ അടുക്കൽ അത് വന്നതിന് ശേഷം, അള്ളാന്റെ അനുഗ്രഹം വന്നതിന് ശേഷം. ഇതുപോലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ എന്താണ്? ശരിക്കും അള്ളാന്റെ അനുഗ്രഹമാണ്. ഹുദ എന്ന് പറയുന്നത് അള്ളാന്റെ അനുഗ്രഹമാണ്. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാന്റെ അനുഗ്രഹമാണ്. അള്ളാഹ് നൽകിയതെല്ലാം അള്ളാന്റെ അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഇതുപോലുള്ള നിഅമത്ത്, അപ്പം നമുക്ക് അറിയാം, ഈ നമുക്ക് സന്മാർഗ ദർശനം
ഞങ്ങൾ സാധാരണ പറയും അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. എന്താ അർത്ഥം? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഈ ദീനിലേക്ക് ഞങ്ങളെ ഹിദായത്ത് നൽകിയ അള്ളാഹ്ക്ക് സ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, നമുക്ക് അള്ളാഹ് മാർഗദർശനം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിൽ വരികയില്ലായിരുന്നു. നമ്മൾ അന്ധവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും അതേപോലെ അധാർമിക ജീവിതത്തിലും മദ്യത്തിലും മദിരാക്ഷിയിലും അതേപോലെ കൊള്ളരുതാമയിലും അതേപോലെ അനീതിയിലും അക്രമത്തിലും ഒക്കെ മുങ്ങി കുടിച്ചു കിടക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഈ ഹിദായത്ത് വന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള നിഅമത്തുകൾ, അള്ളാഹിന്റെ നിഅമത്തുകൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം ആരെങ്കിലും അതിനെ മാറ്റിമറിച്ചാൽ, ആരെങ്കിലും അതിനെ തിരിച്ചുവിടുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് നമ്മളെ തെറ്റിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു അല്പം ചെരിവായിരിക്കും തെറ്റിക്കുക. പക്ഷെ അല്പം ചെരിഞ്ഞ് ഇപ്പൊ നേരെ പോകുന്നത് നിന്നും അല്പം ചെരിഞ്ഞാൽ എന്താവും? കുറച്ച് ദൂരം ചെല്ലുമ്പോഴേ വളരെ ബഹുദൂരം വല്ല വലാലം ബഴീത എന്ന് പറഞ്ഞ പോലെ വളരെ ദൂരത്തായിരിക്കും അവിടെ ചെന്നെത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് ഒരല്പം മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അള്ളാഹിൽ നിന്നും അല്പം അകന്നാൽ കുറെ നാൾ കഴിയുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും? നമ്മൾ ബഹുദൂരം അകന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും അള്ളാഹിന്റെ അനുഗ്രഹം അതിനെ വേറൊരു തലത്തിലേക്ക് മാറ്റിമറിച്ചാൽ അള്ളാഹ് കഠിനമായി ശിക്ഷിക്കുന്നു. കാരണം അവർക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹിന്റെ അനുഗ്രഹം അവരുടെ അടുക്കൽ വന്നു, അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് അതിനെ മാറ്റിമറിച്ചാൽ അള്ളാഹ് ശക്തമായി കഠിനമായി ശിക്ഷിക്കുന്നു. ശദീദുൽ ഇഖാബ്, ഇഖാബ് ശിക്ഷ. സുയ്യിന ലില്ലദീന കഫറു. സുയ്യിന പാസീവ് വോയിസ് ആണെങ്കിൽ അതിന്റെ ആക്റ്റീവ് വോയിസ് എന്താണ്? ബദ്ദലല്ല, മാറ്റിമറിച്ചു. അതെ, ബദ്ദല, ശബ്ബഹ ഗ്രൂപ്പ്, ബദ്ദല ഇതൊക്കെ പഴയ വാക്കുകൾ. സുയ്യനയുടെ കർത്തരി പ്രയോഗമാണ് ജയ്യന. ജയ്യന അലങ്കരിച്ചു, ജീനത്ത് നൽകി. സുയ്യന നല്ല അലങ്കരിക്കപ്പെട്ടു. ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക് അലങ്കൃതമാക്കി കാണിച്ചു കൊടുത്തു. അവര് സത്യനിഷേധികൾ നോക്കുമ്പോൾ ഇതെന്താണ്? വളരെ വളവളപ്പുള്ള ജീവിതം, എന്താ പറയാ, അടിപൊളി ജീവിതം, നിങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയും, എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് സുയ്യിന കഫറു. എന്ത്? ഹയാത്ത ദുനിയ, അല്ലദീന കഫറു ഹയാത്തു ദുനിയ. എന്താണ് അലങ്കരിക്കപ്പെട്ടത്? ഹയാത്തു ദുനിയ. സുയ്യിന അലങ്കൃതമാക്കപ്പെട്ടു. സുയ്യിനയിലെ കർമ്മണി പ്രയോഗം വന്നാൽ അതിന്റെ കർത്താവല്ല ഉണ്ടാവുക, പിന്നെന്തായിരിക്കും ഉണ്ടാവുക? കർത്താവിന്റെ സ്ഥാനത്തുള്ള പദമായിരിക്കും. എന്തിനെയാണ് അലങ്കൃതമാക്കി കാണിക്കപ്പെട്ടത്? ഹയാത്തു ദുനിയ, ഈരോഗ ജീവിതം, സമീപസ്ഥമായ ജീവിതം. ദുനിയ സമീപസ്ഥം. പ്രയോഗമാകുമ്പോ പിന്നെ കർത്താവിന്റെ സ്ഥാനത്തുള്ള കർമ്മണി പ്രയോഗമാകുമ്പോൾ കർത്താവ് ഉണ്ടാവില്ല. സുയ്യിന് അലങ്കരിക്കപ്പെട്ടു. ആര് അലങ്കരിച്ചു എന്നല്ല ചോദിക്കുക. അലങ്കരിച്ച ആളിനെ കാണില്ല, അലങ്കരിച്ച ആളിനെ ഇതിൽ പറയില്ല, വാക്യത്തിൽ പറയില്ല. അതാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ കർത്താവ് അറിയപ്പെടാത്ത പ്രയോഗം. അവ സുയ്യൻ അലങ്കരിക്കപ്പെട്ടു. എന്താണ് അലങ്കരിക്കപ്പെട്ടത് എന്നതാണ് കർത്താവിന്റെ അടയാളം കൊടുക്കുക. ഹയാത്തു ദുനിയ. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്തുള്ളത്. ദുനിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. അതിനയുടെ സ്ത്രീലിംഗമാണ് ദുനിയ. ദുനിയയുടെ അല്ല, അതിനയുടെ സാധാരണ രൂപം എന്താ? അതിനാണ് സൂപ്പർലേറ്റീവ് ആണ്, ഏറ്റവും അടുത്തത്. അതിന്റെ സാധാരണ ദൂരം വാക്കാണ് ദാനിൻ. ദൂരയല്ല, ദാനിൻ. അതിന്റെ സ്ത്രീലിംഗമാണ് ദാനിയത്തുൻ. സ്ത്രീലിംഗമാണ് ദാനിയത്തുൻ. ഖുതൂഫുഹ ദാനിയത്തുൻ. അതിന്റെ ഫലങ്ങൾ എന്താണ്? അടുത്തതാണ്. പിന്നെ ഏറ്റവും അടുത്തെന്ന് പറയുമ്പം
അപ്പൊ ഏറ്റവും അടുത്തതെന്ന് പറയും, ഏറ്റവും താഴ്ന്നത് എന്ന് പറയും അതിന്. അപ്പൊ അതിനാണ് സ്ത്രീലിംഗമാണ് ദുനിയ. ഹയാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ദുനിയ. ആ ഹയാത്ത് ദുനിയ അവർക്ക് അലങ്കരിക്കപ്പെട്ടു. ഹയാത്ത് ദുനിയയാണ് അലങ്കൃതമായി കാണിക്കപ്പെട്ടത്. നമുക്ക് അടിപൊളി ജീവിതം, മനോഹരമായ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാഫറുകളെ സംബന്ധിച്ചോളം ഉണ്ടാവുക. അപ്പൊ യസ്ഖറൂന് അവരെന്ത് ചെയ്തു? സഹിറ, പരിഹസിച്ചു, നിന്ദ്യമാക്കി, നിന്ദിച്ചു, പരിഹസിച്ചു. യസ്ഖറൂന മിനല്ലദീന കഫറു, സഹിറയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ മിന്നാണ്. യസ്ഖറൂന അല്ലദീന ആമനു എന്ന് പറയാൻ പറ്റില്ല. യസ്ഖറൂന അല്ലദീന ആമനു എന്ന് പറയാൻ പറ്റില്ല. യസ്ഖറൂന മിനല്ലദീന ആമനു, ആരെ പരിഹസിച്ചു എന്ന് ചോദിച്ചാൽ മിൻ ചേർത്താണ് പറയുന്നത്. യസ്ഖറൂന മിനല്ലദീന ആമനു, അവരെ വിശ്വാസികൾ. അവിടെ ഒരു മീം ഇട്ടിരിക്കുന്നുണ്ട്. ഒരു ഷേപ്പ്, ഏത് ഷേപ്പിലാണ് മീം ഇട്ടിരിക്കുന്നത് നിങ്ങളെ പുസ്തകത്തിൽ നോക്കുക. ഇവിടെ ഈ സ്ട്രൈറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മീം ഇട്ടിരുന്നാല് അവിടെ കമ്പൽസറി സ്റ്റോപ്പാണ്, നിർബന്ധമായി നിർത്തിയാണ് വായിക്കേണ്ടത്. കാരണം അവിടെ ചേർത്ത് ഓതിയാൽ ആയത്തിന്റെ അർത്ഥം മാറും. യസ്ഖറൂന മിനല്ലദീന ആമനു വല്ലദീന തഖൗ, അങ്ങനെയാണോ? അങ്ങനെയല്ല. മറിച്ച് എന്താണ്? യസ്ഖറൂന മിനല്ലദീന ആമനു, അവർ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നു. വല്ലദീന തഖൗ, മറ്റേ മീമ് ഈ മീമും തലകുത്താനുള്ള മീമും രണ്ടും വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. വ്യത്യാസമുണ്ട്. നിങ്ങൾ തജ്വീദ് പഠിച്ചില്ലെങ്കിൽ തജ്വീദിന്റെ ക്ലാസ് കൊടുത്തു തരിക. ചേർന്ന് അപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ നമ്പർ വാങ്ങിയിട്ട് ആ ഉസ്താദിനോട് ചോദിക്കുക. എഴുതി വെച്ചിരുന്നു, പക്ഷെ പഠിക്കാൻ സമയം കിട്ടിയില്ല. തസ്നീം ടീച്ചറിനെ പഠിപ്പിക്കുന്നത് എഴുതി വെക്കലല്ല നമ്മളെ ഈ ക്ലാസ്. അവരോട് പറഞ്ഞിരിക്കുന്നത് എഴുതി പഠിപ്പിക്കാനല്ല, ഓതി കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നാളെ തന്നെ അവരെ വിളിച്ചിട്ട് അതൊന്ന് കൃത്യമാക്കി തരാൻ പറയും കേട്ടോ. പിന്നെന്ത് ചെയ്യണം? അവിടെ ബ്രേക്ക് ചെയ്തിട്ട് വേറെ വിഷയമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ മീ ഇട്ടിരിക്കുന്നത്. ആശയം രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, രണ്ടും ഇടകലർന്നു പോകും. പിന്നെ പറയുന്നത് എന്താ? അവര് സത്യവിശ്വാസികളെ പരിഹസിക്കുന്നു. വല്ലദീന തഖൗ, യഥാർത്ഥത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ. യസ്ഖറൂന മിനല്ലദീന ആമനു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു കാറ്റഗറി, ഒരു വിശ്വാസികളുടെ സമൂഹം അവരെന്ത് ചെയ്യുന്നത്? കളിയാക്കുന്നത്. അപ്പൊ വിശ്വാസികളായ സമൂഹം എന്ന് പറയുന്നത് നമ്മളിപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി പോലെ ഒരു കമ്മ്യൂണിറ്റി അല്ല. രണ്ടാമതല്ല എടുത്തു പറയുന്നത്. രണ്ടാമത് ഈ പരിഹസിക്കുന്ന ആളുടെ മീതെ ഉള്ള ആൾ ആരായിരിക്കും? വല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർ. ഫൗഖഹും, ഈ പരിഹസിക്കുന്ന അവരുടെക്കാൾ മുകളിലാണ്. ഫൗഖഹും എന്ന് പറഞ്ഞാൽ നേരത്തെ പരിഹസിക്കുന്നതിനെ കഫറു എന്നുള്ള ആ കാഫറുകളാണ് വിശ്വാസികളെ പരിഹസിക്കുന്നത്. അപ്പൊ ഫൗഖഹും എന്ന് പറഞ്ഞാൽ ഫൗഖല്ലദീന യസ്ഖറൂന, പരിഹസിക്കുന്ന അവരുടെ മീതെയായിരിക്കും എന്ന് യൗമൽ ഖിയാമ. ഇന്ന് നമ്മള് അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി രണ്ടുപേരെ കണ്ട് നല്ല കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റേ ആൾ എന്താ പറയുന്നത്? ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ആൾക്കാരെ നന്നാക്കാൻ പോവാണ്, അങ്ങനെ വേറെ എന്തെങ്കിലും പറയും. അതേപോലെ നമ്മളിപ്പം ദർസ് ഉണ്ടെന്ന് പറഞ്ഞാല് അലിഫ്ബാഗ് ഇന്ന് എന്തൊക്കെ പഠിച്ചു, ഒളുവിന്റെ ഫർളൊക്കെ പുള്ളിയുടെ ഷർട്ടൊക്കെ പഠിച്ചോ അങ്ങനെ പറഞ്ഞിട്ട് മദ്രസയിൽ പോയി മദ്രസ എത്ര മണിക്ക് വിട്ട് ബെല്ലടിച്ചോ, നേരത്തെ പോയോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആൾക്കാരുണ്ടാവും. ദർസിൽ പോകുന്ന പറയുന്നത്. അപ്പൊ ഓരോന്നിനെയും പരിഹസിക്കുന്നവർ, ആ പരിഹസിക്കുന്നവരെക്കാൾ പരിഹാസം കേൾക്കുന്നവർ അള്ളയോട് തഖ്വ പുലർത്തി ജീവിക്കുന്നവരാണെങ്കിൽ ആ കാഫറുകളെ അല്ലെങ്കിൽ പരിഹസിക്കുന്നവരെക്കാളും മീതിയായിരിക്കും ഖിയാമത്ത് നാൾ വരുമ്പോ അത് മീതിയായിരിക്കും. ഇവിടെ എന്താണ്? ഇവിടെ ഒരു 10, 100, 115 വർഷമൊക്കെയാണ് ഏറ്റവും വലിയ ആൾക്കാർ ജീവിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിച്ചിരിക്കുന്നത്. അതെന്താണ്? നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. കാരണം എന്താ? കാരണം മിഖ്താറുഹു 50 അൽഫസന എന്ന് പറയുന്നത്, പരലോകത്ത് എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഇവിടത്തെ 50,000 വർഷത്തെ പോലെ. ഒരു മനുഷ്യനും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ചിന്തിക്കാൻ പോലും പറ്റാത്തത്രയും ദൈർഘ്യമേറിയ ജീവിതത്തിൽ എന്തായിരിക്കും? ഈ ആൾക്കാരെക്കാളും മേലെയായിരിക്കും. ഇന്ന് അവർ ചിലപ്പം
അള്ളാഹു യർസുഖു മൻ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകും, വിഭവങ്ങൾ നൽകും, അല്ലെങ്കിൽ വിഭവം നൽകും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഒരക്ഷരത്തിന് 10 അക്ഷരം പ്രതിഫലം കിട്ടുമെന്ന് ആഴ്ച വിട്ടങ്ങ് പോകും. അങ്ങനെ അടിച്ചു വിട്ട് പോയാൽ ഒന്നിന് 10 കിട്ടൂല, 2, 3 ഒക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ. അതേസമയം വല്ലതീനെ ഹിസാബ് എന്ന് പറഞ്ഞാല് വിചാരണന്റെ ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക് കൂടാതെ. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക്. കണക്കില്ലാതെ അവർക്ക് ലഭിക്കും. അള്ളാഹു യർസുഖു, അള്ളാഹു റിസ്ക് നൽകും, മൻ യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ കണക്ക് വിഭവം നൽകുന്നില്ല. അവര് ഖിയാമത്ത് നാൾ വരെയും അള്ളാന്റെ റിസ്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക്. ഖിയാമത്ത് നാൾ വരെ ലഭിക്കും. മരിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ അവർക്ക് ലഭിക്കാറുള്ളൂ. ഈ ലോകത്തും അവർക്ക് പ്രതിഫലം കിട്ടും, പരലോകത്തും കിട്ടും. പരലോകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പറയുമല്ലോ, ഈ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് അതിന്റെ പ്രീമിയം അതിന്റെ ഇതൊക്കെ പറയുമോ, മെച്യൂരിറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കിട്ടും, വരുമാനം കിട്ടി തുടങ്ങുന്നത്. എത്ര വർഷം കഴിയുമ്പോൾ വരുമാനം കിട്ടി തുടങ്ങുന്നത്. ഇപ്പൊ പറഞ്ഞ എന്തോ കേട്ടില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ വരുമാനം കിട്ടി തുടങ്ങുമെന്ന് പറയും. അപ്പം വരുമാനം കിട്ടി തുടങ്ങുന്നത് എപ്പോഴാണ്? സത്യവിശ്വാസിക്ക് വരുമാനം കിട്ടി തുടങ്ങുന്നത് എപ്പോഴാണ്? മരിച്ചതിന് ശേഷം, മരിച്ചു കഴിഞ്ഞ ഉടനെ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അവർ മരിച്ചവരാണെന്ന് വിചാരിക്കുക. അവര് അള്ളാന്റെ റബ്ബിന്റെ അടുക്കൽ അഹ്യാ ആണ്, ജീവിച്ചിരിക്കുന്നവർക്കാണ്. യുർസഖൂൻ, അവരെന്താണ്? അവർക്ക് വിഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് അവർക്ക് കൊടുത്തതിനെ കുറിച്ച് അവരെന്താണ്? സന്തുഷ്ടരാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ മരണം എന്ന സംഭവമാണ് പിന്നീട് അവർക്ക് ഈ വരുമാനം കിട്ടിത്തുടങ്ങാനുള്ള കാരണം. ചില ആൾക്കാർക്ക് മരണം എന്ന് കേട്ടാൽ ഭയങ്കര പേടിയായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ചുകൂടി നീട്ടി കൊടുക്കാൻ വേണ്ടി വല്ല വെന്റിലേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃത്രിമ ഓക്സിജൻ ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും. എന്ത് ചെയ്യണം? നീട്ടി കൊടുക്കുക. ഇങ്ങനെയെങ്കിലും ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കും, ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കും. എന്തിനു വേണ്ടിയാ? അഖർതനി ഇല അജലിൻ കരീബ്, ഇല അജലിൻ കരീബ് എന്നാ പറയുന്നത്. സമീപസ്ഥമായ ഒരു അവധിയിലേക്ക് എന്നെ നീട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെ? മരണമാസനായി കഴിഞ്ഞ നമ്മള് വെന്റിലേറ്റർ കളത്തി കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്ന എന്തിനാണ്? ഒരല്പം നീട്ടി കിട്ടാൻ വേണ്ടിയാ. ചിലപ്പം പാപ്പയും ഉമ്മയും അവർ ചികിത്സിക്കുന്നതെല്ലാം പറയുന്നത്. പക്ഷെ അവിടെ എന്താണ് നമ്മുടെ ചിന്താഗതി? ഈ ബെഡിൽ കിടക്കുന്ന ആളോടും രോഗിയുടെയും ചിന്താഗതി എന്താ? എങ്ങനെയെങ്കിലും ഒന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിലെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് വരുമാനം കിട്ടാനുള്ള ഒരേ ഒരു തടസ്സം എന്താണ്? മരണം മാത്രമാണ്. മരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ വരുമാനം കിട്ടി തുടങ്ങുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, ഒരു ലിമിറ്റും ഇല്ലാതെ കൊടുക്കും. കാന അന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഉമ്മത്തൻ വാഹിദത്തൻ, ഒറ്റക്കെട്ടായിരുന്നു, ഒരു സമൂഹമായിരുന്നു, ഒരു സമുദായമായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ സമുദായത്തിൽ എന്തുണ്ടാവും? ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സമൂഹമാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. കൗമ് എന്ന് പറഞ്ഞാൽ എല്ലാം ആകാം. അപ്പം നബിമാരൊക്കെ വന്നിട്ട് യാ കൗം എന്നുണ്ട്. അപ്പൊ യാ കൗം എന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസികൾ ഉണ്ടാവും, അനാചാരം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, തൗഹീദ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതേപോലെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവര് അതേപോലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, ഏത് മതമായിരുന്നാലും. അതേസമയം ഇവിടെ പറയുന്നത് എന്താ? ഉമ്മത്തൻ വാഹിദത്തിന്, ഒറ്റ സമുദായമായിരുന്നു. നമുക്കറിയാം ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ അങ്ങനെ വന്നിട്ട് അവര് ആ സമൂഹം എന്തായിരുന്നു? ഒറ്റ സമൂഹമായിരുന്നു. പിന്നെ ബഅസല്ലാഹു നബിയ്യീൻ. അപ്പൊ നബിയ്യീനെ എന്ത് സ്ഥാനത്താണ് വന്നിരിക്കുന്നത്?
കർമ്മത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ടാണ് നബി യൂന എന്ന് വരാൻ. അള്ളാഹ് നിയോഗിച്ചു. ആരെ നിയോഗിച്ചു? നബിയീന എന്നുമാരെ നിയോഗിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ബനീന എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ നബിയീന. പക്ഷെ നബിയീനെ ഞാൻ കളഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ അടുത്ത വാക്കിലേക്ക് ഇളാവത്ത് ചെയ്യുന്നില്ല. ഇളാവത്ത് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ പോളൂ. ഇളാവത്ത് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അന്നബീന എന്ന് പറയില്ല. എന്തായാലും ബാസല്ലാഹു നബിയീന, നബിമാരെ നിയോഗിച്ചു. നബിമാരുടെ ദൗത്യം എന്തായിരുന്നു? മുബശ്ശിരീന. ആദ്യം എന്താ പറഞ്ഞത്? സന്തോഷ വാർത്ത അറിയും. അപ്പം വന്നിട്ട് വെറുപ്പിച്ചു കളയരുത്. നമ്മുടെ അടുത്ത് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. നമ്മൾ പള്ളിയിൽ നമസ്കരിക്കണം. സലഫി പള്ളിയാണ്. പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റുന്ന ഒരാളുടെ അദ്ദേഹം എന്ത് ചെയ്തു? നമസ്കാരത്തിലെ അവസാനത്തെ സുജൂദ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും? തഹിയാത്തിലേക്ക് വരാൻ അല്പം വൈകും. നമ്മൾ ചിലപ്പോൾ തഹിയാത്തിന് ബാറക്കാത്ത് എല്ലാവർക്കും പറഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹം സുജൂദിൽ നിന്നും ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അയാളുടെ ഒട്ടടുത്തിരുന്ന ആൾ എന്തോ അതിൽ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ അദ്ദേഹത്തെ പറഞ്ഞു? എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം നവാഗതകനാണ്. ഈ പള്ളി കണ്ടിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നമസ്കരിക്കാൻ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ വരുന്നതാണ്. അയാൾക്ക് വേറെ ആദർശം, നമ്മൾ പറയുന്ന പോലുള്ള സലഫി ആദർശങ്ങളിലോ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും അയാൾക്ക് താല്പര്യം അങ്ങനെ എന്തോ അങ്ങനെ അടുപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇമാമിനെ ചോദിച്ചിരിക്കുന്നത് ഇമാമിനെ തുടരാൻ വേണ്ടി. ഇമാം എണീച്ച ഉടനെ എണീച്ചോളാം. ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വെച്ച് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ സംഭവം ഉണ്ടായതിനു ശേഷം അയാളെ കാണാനില്ല പള്ളിയിൽ. എന്തുകൊണ്ടാണ് വരാത്തത്? അയാൾ രോഗിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അപ്പോ പ്രബോധനം നടത്തുന്നതിനും ഉത്ബോധനം നടത്തുന്നതിനും ഒക്കെ എന്തുണ്ട്? ഒരു രീതിശാസ്ത്രമുണ്ട്. അദ്ദേഹത്തെ മനോഹരമായി അല്ലെങ്കിൽ ഉണർത്താം, അല്ലെങ്കിൽ സൗഹൃദമായി സംസാരിക്കണം. റസൂൽ വന്നിട്ട് നബിമാരേക്ക് എന്താ ദൗത്യം കൊടുത്തത്? ആദ്യം കൊടുത്ത് സന്തോഷ വാർത്ത അറിയിക്കണം. മുബശ്ശിരീൻ, സന്തോഷ വാർത്ത. എന്താ നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത്? നിങ്ങൾ മാഷാ അല്ലാഹ് ഒരുപാട് സുജൂദ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദുആയൊക്കെ പറയുന്നുണ്ടല്ലേ, അവനോടൊപ്പം എന്നാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ തന്ത്രപൂർവ്വം വേണം. എപ്പോഴും നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ തന്നെ ഹിക്മത്തുണ്ട്. സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. തന്ത്രപൂർവ്വം ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, സദുപദേശം അയാൾ നല്ല സ്വീകരിക്കണമെന്ന താല്പര്യത്തോടു. നാളെ ഈ പള്ളി നമസ്കരിക്കാൻ വന്ന അയാൾ എന്നാലും മാത്രമേ നമ്മുടെ ഹത്തീബ് പറയുന്ന ആൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പം മുബശ്ശിരീനാണ് പ്രബോധകരുടെ ഒന്നാമത്തെ ദൗത്യം. ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കും. മുബശ്ശിരീന്റെ മാളി ഒന്നാമത്തെ രൂപം എന്താണ്? ബഷറ. അപ്പൊ അതിന്റെ കർത്താവിന്റെ രൂപത്തിന്റെ ബഹുവചനമാണ് മുബശ്ശിരീൻ വ മുൻദിരീൻ. അത് കഴിഞ്ഞിട്ടാണ് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്. സന്തോഷവാർത്ത അറിയിക്കണം, അതേപോലെ മുന്നറിയിപ്പ് കൊടുക്കണം. സന്തോഷവാർത്ത അറിയിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ്. നമ്മളവിടെ എത്തിച്ചേരും. നമുക്ക് അവിടെ സുഖലോലുപതയുണ്ട്, എല്ലാവിധത്തിലുണ്ട്. പാലും തേനും ഒക്കെ ഒഴുകുന്ന അരിവുകളുണ്ട്. അതുപോലെ എല്ലാവിധത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയത്തിനും ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും സുഖ ആഡംബര ജീവിതം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ വ്യതിചലിച്ചു പോകാൻ പാടില്ല. വ്യതിചലിച്ചു പോയാൽ നമ്മൾ വഴിയിൽ നിന്നും അപ്പുറത്ത് കൊക്കയുണ്ട്, അല്ലെങ്കിൽ കിടങ്ങുണ്ട്, അല്ലെങ്കിൽ മറ്റെന്താണ് ചുരമൊക്കെ കയറി പോകുന്ന സമയത്ത് സൂക്ഷ്മതയോട് പോയില്ലെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എത്രയോ വളവിന്റെ താഴെയായിരിക്കും നിന്ന് വീഴുക. അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആ മുന്നറിയിപ്പ് കൊടുക്കുക. അവർ മുൻകറിയനാണ്. മുന്നറിയിപ്പ് നൽകണം, പക്ഷെ ആദ്യം സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. എന്തെന്ന് വാൻസലമാഹുൽ കിതാബ്, അവരുടെ അടുക്കൽ അൽ കിതാബ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ ആദ്യം പഠിപ്പിക്കേണ്ട അൽ കിതാബാണ് കേട്ടാ. അഞ്ചലമാഹുൽ കിതാബ്. എന്തിനാ കിതാബ് കൊടുത്തത്? അവർക്ക് കിതാബ് കൊടുത്തത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കിതാബാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. അപ്പൊ ദൂതന്മാർ വന്നതിന് ശേഷം എന്നിട്ട് എന്താ പറയുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ സൂക്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരുപാട് ഖുർആൻ വായിക്കാനും വായിക്കുന്നുണ്ടോ? ഖുർആൻ വ്യാഖ്യാനമല്ല ആദ്യം മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ അള്ളാഹ് എന്ത് പറഞ്ഞു എന്നത് ആദ്യം മനസ്സിലാക്കാം.
അത് കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ ഉപയുക്തമായിട്ടാണ് വ്യാഖ്യാനം വായിക്കുന്നത്. പരിഭാഷ എന്ന് പറയുന്നത് ഒരു ഫൈനൽ അല്ല, മറിച്ച് എന്താണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഡയറക്റ്റ് എന്ന് പറയുന്നത്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമു, പിന്നെയും പറഞ്ഞു വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മത എന്ന്. അവർക്ക് അൽ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം, ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണം. തത്വജ്ഞാനങ്ങൾ, ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെയും പറഞ്ഞു അൻസല മഅഹുൽ കിതാബ്, അൽ കിതാബ് അവരോടൊപ്പം ഇറക്കി. അൻസല മഅഹും നബിയ്യീന, ആ ബശീറും മുൻജിനുമായ നബിമാരോടൊപ്പം കിതാബ് ഇറക്കി. ബിൽ ഹഖ്, അത് മായയോ മിഥ്യയോ ഒന്നുമല്ല, മറിച്ച് എന്താണ്? ഹഖ്, യാഥാർത്ഥ്യമാണ്. അല്ലെ? അൻസല മഅഹുൽ കിതാബ് ബിൽ ഹഖ്, യാഥാർത്ഥ്യമാണ്. ഇനി കിതാബ് ഇറക്കി, കിതാബ് മായയല്ല, മിഥ്യയല്ല, സങ്കല്പമല്ല. നമ്മൾ പറയുമല്ലോ ഇസ്ലാമിനൊരു ജീവിത സങ്കല്പം ഉണ്ടെന്ന്. ജീവിത സങ്കല്പമല്ല, ഇസ്ലാമിനൊരു ജീവിതത്തിന്റെ ചട്ടക്കൂടുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സങ്കല്പം മാത്രം. അത് മലയാളത്തിലുള്ള ലിമിറ്റേഷൻ ആണ് കേട്ടോ. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സങ്കല്പം എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും സങ്കല്പം എന്ന് പറഞ്ഞാൽ സങ്കല്പം മാത്രമാണ്, ഒരു വിദ്യ മാത്രമാണ്. എന്താ പറയുക, അത് യാഥാർത്ഥ്യമായിക്കൊള്ളുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? കിതാബ് ബിൽ ഹഖ്, യാഥാർത്ഥ്യമായ നിലയ്ക്കാണ് കിതാബ് ഇറക്കിയത്. മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് കിതാബ് ഇറക്കിയിരിക്കുന്നത് സത്യവും കൊണ്ടാണ്. ഇപ്പൊ ചില ആൾക്കാർ സത്യാന്വേഷണിയായി പുറപ്പെടുന്നത്, ഗൗതമ ബുദ്ധനൊക്കെ സത്യം അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. അപ്പൊ ആ സത്യം എവിടെയുണ്ട്? അൽ കിതാബിലുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ അന്വേഷിച്ചു പോകണ്ട, അൽ കിതാബ് കിട്ടിയാൽ ആ കിതാബ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ കിതാബ് കിട്ടിയാൽ അതിലുണ്ട് ഈ ആധാരം. പിന്നെ ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവകാശം, മനുഷ്യന്റെ അവകാശം, മനുഷ്യാവകാശങ്ങളൊക്കെ എവിടെ കിട്ടും? മനുഷ്യന്റെ മൗലികാവകാശങ്ങളൊക്കെ എവിടെ കിട്ടും? അൽ കിതാബിൽ. ഹക്കിന് അവകാശം എന്നർത്ഥമുണ്ട്, ബാധ്യത എന്നർത്ഥമുണ്ട്. അതേപോലെ മനുഷ്യന്റെ ബാധ്യതകൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവൻ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്താണ്, ഇങ്ങോട്ട് ലഭിക്കേണ്ടത് എന്താണ്, അതും കിട്ടും. സത്യം എവിടെയുണ്ട്? അത് കിതാബിലുണ്ട്. അവൻ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്താണ്, അതുമുണ്ട്. ഇങ്ങോട്ട് കിട്ടേണ്ടത് എന്താണ്, അതുമുണ്ട്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ തൊഴിലാളി സംഘടന ആയിരുന്നാലും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും എല്ലാവരും സംസാരിക്കുന്നത് എന്താ? ഇങ്ങോട്ട് കിട്ടുന്നതിനെ കുറിച്ചാണ്. അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്താണ് എന്ന് സംസാരിക്കുന്നില്ല. അതൊക്കെ എവിടെയുണ്ട്? അൽ കിതാബിലുണ്ട്. ഇനി കിതാബ് ഇറക്കി എന്തിനു വേണ്ടിയാണ്? ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന്. ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാനുള്ള സ്രോതസ് അല്ലെങ്കിൽ അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ തത്വസംഹിത എന്താണ്? അൽ കിതാബ്. അൽ കിതാബ്, കിതാബ് എന്നല്ല പറയുന്നത്, അൽ കിതാബ്. കാരണം അൽ കിതാബ് എന്ന് പറയുമ്പോഴാണ് അത് അള്ളാന്റെ കിതാബാണ് എന്ന് വരും. കിതാബ് എന്ന് പറയുമ്പോൾ ഏത് കിതാബാണ്? അൽ കിതാബ്, ദ ഖുർആൻ എന്നാണ്, അൽ ഖുർആൻ എന്നാ പറയേണ്ടത്. ഖുർആൻ എന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന് മനസ്സിലാക്കും. പക്ഷെ എങ്കിലും അൽ കിതാബ് എന്ന് പറയുമ്പോൾ അള്ളാന്റെ കിതാബ് ഉണ്ട്, അല്ലെങ്കിൽ അൽ കിതാബ് ഉണ്ട്. അത് തന്നിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി. ഈ വിധി കൽപ്പിക്കുന്നത് ഏതെല്ലാം കാര്യത്തിൽ വിധി കൽപ്പിക്കണമെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. ഞാനിപ്പം നീണ്ടു പോകുന്നതുകൊണ്ട് അതിന്റെ പറയുന്നില്ല. ആയത്തുകൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത പ്രാവശ്യം നമുക്ക് നോട്ട്സിലോ അതുപോലെ തരാം. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ചും എന്ത് വിഷയമുണ്ടായാലും അത് അൽ കിതാബ് അനുസരിച്ചാണ് വിധി കൽപ്പിക്കേണ്ടത്. നബിസ്വല്ലല്ലാഹു കാലത്ത് വെള്ളം, എസ്റ്റേറ്റിലൂടെ വെള്ളം ഒഴുക്കുന്ന കാര്യത്തിൽ, ജലസേചനത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി. ജലസേചനത്തിന്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു വിധി തീർപ്പ് നടത്തി. ആ വിധി തീർപ്പ് നടത്തിയത് ഒരു സഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിച്ചത് ഒരു സഹാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ അള്ളാഹ് എന്ത് ചെയ്തു? ആയത്തിറക്കി, وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يقول لهم الخيرة من أمره. ഞാൻ ആയത്ത് തരാം. ثم يجدوا في أنفسهم حرجا مما قضيت എന്ന് പറഞ്ഞു. അപ്പം ഒരു അള്ളാന്റെ റസൂല് ഒരു വിധി കൽപ്പിച്ചാൽ, അള്ളാഹ് ഒരു വിധി കൽപ്പിച്ചാൽ ആ വിധി എന്ത് ചെയ്യണം?
പഞ്ചപുച്ഛമടക്കി സ്വീകരിക്കണം. അപ്പൊ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട നിയമം എന്താണ്? തനി ഭൗതിക വിഷയമല്ലേ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതേപോലെ മറ്റൊരു വിഷയം വന്നു, അതൊരു വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊരു വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ചെറുപ്പക്കാരന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരൻ എന്തായിരുന്നു? വിമുക്ത അടിമയുടെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുകയും മോചിപ്പിക്കുകയും ചെയ്ത ആളുടെ മകനാണ്. അല്ല, വിമുക്ത അടിമയാണ്. ആളുടെ മകനല്ല, വിമുക്ത അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ അടുക്കൽ അടിമയായിട്ടുണ്ടാവുകയും അങ്ങനെ പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത ആളാണ്. ആ ആളിന് ഒരു സ്ത്രീയോട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ പെണ്ണെ കല്യാണം കഴിച്ചു കൊടുക്കണം. ആ പെണ്ണോ, ആ സ്ത്രീ കുലീനയായ ഖുറൈശി വനിതയായി. അപ്പൊ ഇത് ആ ഖുറൈശി വനിതയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതിനെയും അള്ളാഹു എന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു തീരുമാനം വെച്ചാൽ ഒരു സത്യവിശ്വാസിയായ ആണിനോ പെണ്ണിനോ അവരുടെ സ്വന്തം ഇഷ്ടം എടുക്കാൻ പാടില്ല. അപ്പൊ എന്താണ്? വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ വിഷയം, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ജീവിതവുമായി ബന്ധപ്പെട്ട ആകട്ടെ, ഭൗതികമായ വിഷയമാകട്ടെ, മതപരമായ വിഷയമാകട്ടെ, ഏതായിരുന്നാലും വഞ്ചലമഹുൽ കിതാബ്, അവരോടൊപ്പം ആ നബിമാരോടൊപ്പം അൽ കിതാബ് ഇറക്കി ലിയഹ്കുമ ബൈനന്നാസി, അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്. ഏത് കാര്യത്തിൽ? ഫീമ, ഒരു വിഷയത്തിൽ, യഖ്തലഫൂ ഫീഹി, ആ കാര്യത്തിൽ അവരെന്ത് ചെയ്തു? ഭിന്നിച്ചു. ഭിന്നിച്ചു. അപ്പൊ അവര് ഭിന്നിച്ചതായ വിഷയങ്ങളിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് അൽ കിതാബ് ഇറക്കിയത്. ഇനി ഒരു കഥയും കൂടെ നമ്മൾ എടുത്തു പറയാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ? അമഖ്തലഫ ഫീഹി, ഇതിനു മുമ്പും ജനങ്ങൾ ഭിന്നിച്ചിട്ടുണ്ട്. അമാ യഖ്തലഫ ഫീഹി, അവരുടെ അവരുടെ വിഷയങ്ങളിൽ ഭിന്നിപ്പുണ്ടായിട്ടില്ല. ഇല്ലല്ലദീന ഊതൂഹു, അവര് അത് നൽകപ്പെട്ടിട്ടല്ലാതെ, മിൻ ബഅദി മാ ജാഅതുഹും അൽ ബയ്യിനാതു, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെട്ടതിന് ശേഷമല്ലാതെ അവരെന്ത് ചെയ്തിട്ടില്ല? ഭിന്നിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, അമാ തഫറഖല്ലദീന ഊതുൽ കിതാബ അവരുടെ വ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടിയതിനു ശേഷമാണ് അവർ ഭിന്നിച്ചത്. അപ്പൊ ഇവിടെയും ആ വിഷയമാണ് പറയുന്നത്. മഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത്, അവരുടെ അടുക്കൽ വ്യക്തമായ ദൃഷ്ടാന്തം വന്നു കിട്ടിയതിനു ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. പിന്നെന്താണ്? ബഗയൻ ബൈനഹും, എന്താ കാരണം? ബഗയ കാരണം. ബഗയ എന്താണ്? അതിക്രമം കാരണം. അതിക്രമം, അതേപോലെ പക എന്നും അർത്ഥമുണ്ട്. പരസ്പരമുള്ള പക കാരണം, പരസ്പരമുള്ള എന്താ പറയാ, സ്വരച്ചേർച്ച ഇല്ലായ്മ കാരണം, പരസ്പരമുള്ള, അതെ, വിദ്വേഷം, വിദ്വേഷമായിരുന്നാലും പകയായിരുന്നാലും ഇത് കാരണമാണ് അവർ ഭിന്നിച്ചത്. നമ്മളെടുത്ത് നോക്കാം, മുസ്ലിം സമൂഹം ഭിന്നിക്കാനുള്ള കാരണം എന്താ? നിസ്സാരമായ കാര്യങ്ങളാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭിന്നിക്കുന്നത്. എന്നിട്ട് അവസാനം അവർ തന്നെ പരസ്പരം കടിച്ചു കീറുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അത് എന്നിട്ടല്ലേ പിന്നെ മറ്റു സമൂഹങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. ഏതെല്ലാം വിഷയങ്ങൾ ഒരുമിച്ച് നിൽക്കാമോ അങ്ങനെ ഒരുമിച്ച് നിൽക്കാം. ഈ ഒരു സമൂഹത്തിന്റെ, ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിന്റെയും വളർച്ചയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അവൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ്. അയാൾ എങ്ങനെ ചിന്തിക്കുന്നു, ക്രിയാത്മകമായിട്ടാണോ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്, അതല്ല ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത്? അയാൾ ചിന്തിക്കുന്നത് നിർമ്മാണാത്മകമായിട്ടാണോ അതല്ല സംഹാരാത്മകമായിട്ടാണോ ചിന്തിക്കുന്നത്? ഇതാണ് പ്രധാന വിഷയം. അങ്ങനെ ഒരാള് സംഹാരാത്മകമായിട്ടാണ് ചിന്തിക്കുന്നത്, നിർമ്മാണാത്മകമായിട്ടല്ല ചിന്തിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക.
ഈ നെഗറ്റീവ് എനർജി മുഖേന എന്തുണ്ടാവും? അങ്ങനെ ഒരു സക്രിയേഷൻ അവിടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഒരു ഗ്രന്ഥി ഒരു ഗ്രന്ഥോത്സവം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതെ, എന്താണ്? സംഹാരം നിർമ്മാണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സംഹാരം. പൊളിക്കൽ, തകർക്കൽ. എപ്പോഴും നമ്മൾ ചിന്ത എപ്പോഴും നിർമ്മിക്കലിനെ കുറിച്ചായിരിക്കണം, മനുഷ്യ തകർക്കലിനെ കുറിച്ചായിരിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ തകർക്കാൻ പാടില്ല, അയാളുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തെ തകർക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ തകർക്കാൻ പാടില്ല, അയാളുടെ ന്യൂനതകൾ പറയാൻ പാടില്ല, അയാളെ കുറിച്ച് ഇകഴ്ത്തി കുറച്ചാക്കി പറയാൻ പാടില്ല. ഇതെല്ലാം എന്താണ്? തകർക്കലാണ്. അങ്ങനെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത പോകാൻ പാടില്ല. മറിച്ച് എന്തായിരിക്കണം? എപ്പോഴും നിർമ്മാണാത്മകമായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി അയാൾ ഒരു നല്ല വ്യക്തിയായി തീരുകയും അതുപോലുള്ള വ്യക്തികൾ ഉണ്ടാകുന്നതിനെ കുറിച്ചായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത്. മറിച്ച് ഒരാളെ ഫയർ ചെയ്യുക, അയാളെ എങ്ങനെ നമ്മൾ ഫയർ ചെയ്യാൻ പറ്റും എന്നല്ല ചിന്തിക്കുന്നത്. ചീത്ത പറയാൻ പറ്റും, എങ്ങനെ അയാളെ ഇകഴ്ത്താൻ പറ്റും, സമൂഹത്തിൽ അയാളെ കൊച്ചായി കാണിക്കാൻ പറ്റും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എന്താണ്? ഏതൊരാളും നല്ലതാകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ബഗി മുഖേനയാണ് വരുന്നത്. ബഗി ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ ഇകഴ്ത്താനായിരിക്കും നമ്മൾ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ഫഹദല്ലാഹുല്ലദീന ആമനു. അപ്പോൾ മുൻകാലത്ത് അള്ളാഹ് എന്ത് ചെയ്തു? ഹദല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ എന്ത് ചെയ്തു? വഴി കാണിച്ചു കൊടുത്തു. ഫീഹി, അവര് ഭിന്നിച്ച കാര്യത്തിൽ അള്ളാഹ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. മിനൽ ഹക്ക്, ഹക്കിനാലുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. ബിഇദ്നിഹി, അള്ളാഹിന്റെ അനുമതിയോടുകൂടി. അപ്പോ സദ്വിശ്വാസികളാണെങ്കിൽ അള്ളാഹിന്റെ അനുമതിയോടുകൂടി, അള്ളാഹിന്റെ ബിഇദ്നിഹി എന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് എന്നാണ് കേട്ടോ. ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ബിഇദ്നില്ല എന്ന് പറയും അറബികള്. ബിഇദ്നില്ല, അള്ളാഹിന്റെ അനുമതിയോടുകൂടി എന്ന് പറയാം. അപ്പൊ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചു, ബിഇദ്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അനുമതിയോടുകൂടി. അപ്പൊ അള്ളാഹിന്റെ അനുമതി. അപ്പൊ അവരെന്ത് ചെയ്യും? അവരെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനെ വ്യക്തിയെ ഇകഴ്ത്തുന്നതിന് പകരം അതിനെങ്ങനെ അവരെ നല്ലതിലേക്ക് നയിക്കാം എന്നായിരിക്കും ചിന്തിക്കുക. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹ് ഞാൻ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹ് കുറച്ച് ആൾക്കാരെ തെരഞ്ഞിട്ട് നേരായ മാർഗത്തിൽ നയിക്കുമെന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ്? നല്ല ചിന്തിക്കണം എന്ന ബോധമുള്ള ആൾക്കാർ, അങ്ങനെ ബോധമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്പണിങ് അവർക്ക് അള്ളാഹ് ഇട്ട് കൊടുക്കും. അവർ ചിന്ത അങ്ങനെ പോവുള്ളൂ. എങ്ങനെ? ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, അയാളെ ഇകഴ്ത്താതെ എന്താണ് നമ്മൾ സോൾവ് ചെയ്യാനുള്ള മാർഗം? അയാളെ ഇകഴ്ത്താതെ സോൾവ് ചെയ്യാനുള്ള മാർഗം എന്താണ്? അയാളെ തകർക്കാതെ, അയാളെ കൊച്ചാക്കാതെ, സമൂഹത്തിൽ അയാളെ ഒരു വിഷയമാക്കാതെ, ഒരു ഇഷ്യൂ ഉണ്ടാക്കാതെ അയാൾ എങ്ങനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നായിരിക്കും അയാൾ ചിന്തിക്കുക. അപ്പോൾ അള്ളാഹ് ഒരു വഴി കാണിക്കും. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതിയോ? ഇവിടെ കരുതൽ എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ സ്വർഗത്തിൽ എന്നുള്ള എങ്ങനെ കിട്ടി ഇവിടെ? ജന്നത്ത് മൻസൂബ. ജന്നത്ത് എന്താണ്? മഫ്ഊലുൻ ബിഹായിട്ട് ഉപയോഗിച്ചത്, കർമ്മമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം ദഖലയുടെ കൂടെ കർമ്മമായിട്ട് ഉപയോഗിച്ചാൽ അതിൽ പ്രവേശിച്ചെന്നാണ് പറയുന്നത്. ഹസിബത്തും മൻ തദ്ഖുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ട്. ലമ്മ എന്താണ്? ഇവിടെ നെഗറ്റീവാണ്. നമ്മള് നെഗറ്റീവായിട്ട് പഠിച്ചു. പിന്നെ ലമ്മിന്റെ അതേ അർത്ഥമാണ് ലമ്മായ്ക്കുള്ളത്. ലമ്മ ഇല്ല കേട്ടോ, ഇല്ല. എന്താണ് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞത്?
ലം യക്കുനില്ലദീന കഫറു വരുന്നതായിരിക്കില്ലേ? ലം യക്കുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. ലമ്മയുടെ അർത്ഥം തെളിഞ്ഞില്ല എന്നല്ല. ലമ്മയുടെ അർത്ഥം ലമ്മ ഈസ് ഈക്വൽ ടു ലം എന്ന് കൊടുത്തിട്ടുണ്ട്. ലമ്മ സമം ആണ് ലം. അപ്പൊ ലമ്മയുടെ അർത്ഥം ലമ്മിന് തുല്യമാണ്. പിന്നെ ആ അർത്ഥം പറയേണ്ട കാര്യമില്ല. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല. അപ്പൊ ലമ്മിന് ശേഷം ലം എഫ് അൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പൊ എന്താ നോട്ട് യെറ്റ് എന്താണ്? നോട്ട് യെറ്റ് നോട്ട് യെറ്റ് അത് ആയിക്കോട്ടെ. അത് എക്സാക്ട് മീനിങ്. എക്സാക്ട് മീനിങ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആരംഭിക്കുന്നുണ്ട. അതുകൊണ്ട് പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേറ്റ് ആരംഭിക്ക് വരാത്തവർക്ക് അത്രത്തോളം സൂക്ഷ്മമായിട്ട് മനസ്സിലായിക്കൊള്ളുന്നു. അതല്ല പറഞ്ഞു. അതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താ നോട്ട് അരിട്ടോ? എന്താ പറഞ്ഞേ? തൽക്കാലം നോട്ടും പൈസയൊന്നും എടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ. വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ഫണ്ടിലേക്ക് അടിച്ചാൽ മതി. പുതിയ ബിൽഡിങ്ങിന്റെ അതിലേക്ക് കെട്ടുകയെന്നല്ലേ, നമുക്ക് 2-3 മാസം പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിലേക്ക് വരാൻ ഞാൻ. അപ്പൊ നമ്മൾ സിമ്പിൾ മീനിങ് പറഞ്ഞാൽ ലമ്മിന് തുല്യമാണ് ലമ്മ. ലം എന്ന് പറഞ്ഞാൽ ലം എഫ് അൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ല. അതേപോലെ ലമ്മ യഅ്തിക്കും, അത്താ യഅ്തി വന്നു. അത്താ യഅ്തി വന്നു. ലമ്മ യഅ്തി, ലമ്മ വന്നപ്പോഴത്തേക്ക് എന്താ? ലമ്മിന് ശേഷം നമ്മൾ ഇൻ ലം ലമ്മ ലാമ ലമ്മ പഠിച്ചില്ലേ? ലന്നാഹിയ ഇൻ ലം ലമ്മ. ഇതേ ഉദാഹരണമാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഈ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ലമ്മ യഅ്തിക്കും. അപ്പൊ ലമ്മ യഅ്തിക്കും നിങ്ങളെടുക്കൽ വന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ത് വന്നു കഴിഞ്ഞിട്ടല്ലാതെ? മസലു, ഉദാഹരണം അല്ലെങ്കിൽ പോലെയുള്ളത്. അല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. ഖലൗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖല കഴിഞ്ഞു പോയി. ഒറ്റക്കായിന്നില്ല. അതെ, ഒറ്റയ്ക്കായി, തനിച്ചായി, ഒറ്റയ്ക്കായി, ഒഴിവായി. അപ്പൊ പിന്നെ ഖലാഇന് എന്താ അർത്ഥം പറയും? ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും ഒറ്റയ്ക്കേ ഇരിക്കുള്ളൂ. ഖലാ, ടോയ്ലറ്റ് കേട്ടോ. അപ്പം പിന്നെ നമ്മള് ഹമ്മാമ് മിർഹാൽ എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഹമ്മാമ് കുളിക്കുന്ന സ്ഥലം മിർഹാൽ, ടോയ്ലറ്റ് എന്നാണ് പറയുന്നത്. ഈ മിർഹാൽ ഒന്നും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഉപയോഗിച്ചിരുന്നത് ഖല എന്ന് പറഞ്ഞ ഒഴിഞ്ഞ സ്ഥലത്താണ് ആൾക്കാർ പോയിരുന്നത്. എന്താ മനസ്സിലായില്ല? ഹമ്മാം, ബാത്റൂം, മിർഹാല്, ടോയ്ലറ്റ്. കമ്മ്യൂണിക്കേറ്റ് അറബിൽ ചേർന്നോളൂ. അതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ നമുക്ക്. അതിപ്പോ പഠിപ്പിക്കോ? അപ്പൊ ചേരാൻ പറ്റൂലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നല്ലേ. ഇപ്പൊ ജോയിൻ ചെയ്താൽ നിങ്ങൾ അടുത്ത ബാച്ച് ചേർക്കും. അപ്പൊ എത്ര മാസം കഴിഞ്ഞിട്ട് തുടങ്ങും? അതൊക്കെ ഓഫീസിൽ ചോദിച്ചാൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഒരു 6 മാസമൊക്കെ കഴിയൂലേ തുടങ്ങാന്? 6 മാസം ഒന്നും കഴിയില്ല. ഏഹ് ആള് കിട്ടിയാൽ ഉടനെ തുടങ്ങും. ഇപ്പൊ 100 ആളെ കിട്ടിയാൽ നാളെ തന്നെ തുടങ്ങും. അത്ര പെട്ടെന്ന് തുടങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അപ്പൊ പിന്നെ നിങ്ങൾ ഇതേപോലെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ഖല എന്ന് പറഞ്ഞാൽ ഒഴിവായി എന്ന അർത്ഥമുണ്ട്. ഖല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം. അപ്പൊ നമ്മൾ ഹദീസിലൊക്കെ കാണുക ഖല, ഒഴിഞ്ഞ സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴുള്ള ദ്വാ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള ദ്വാ അങ്ങനെയാ പറയുക. ഖലായിൽ പ്രവേശിക്കുമ്പോഴുള്ള ദ്വാ എന്ന് പറയുന്നത്. അപ്പൊ അത് ഖല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു. ഖലവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി, ഒഴിവായി പോയി, തനിച്ചായി എന്നൊക്കെ പറയാം. ഇവിടെ എന്താണ്? ഖലവു അല്ലദീന ഖലവു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയവരുടെ മസൽ. ഉദാഹരണം, മസലുല്ലദീന ഖലവു മിൻ ഖബ്ലിക്കും. അവർക്കുണ്ടായ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ പോലുള്ള ഉപമ വന്നു കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? അപ്പോ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? മുമ്പ് കഴിഞ്ഞു പോയവർക്ക് ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ
അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാം. എന്താണ് കഴിഞ്ഞു പോയവർക്കുണ്ടായത്? മസ്സത്തുഹും, അവരെന്ത് ചെയ്തു? മസ്സ എന്താണ്? ബാധിച്ചു. ബാധിച്ചു. ബാധിച്ചു എന്നാണ് മസ്സ. നമ്മൾ അർത്ഥം എന്താ പഠിച്ചത്? സ്പർശിച്ചു. മസ്സത്തുഹും, അവരെ ബാധിച്ചു. അൽ ബഅസാഉ വദ്ദറാഉ, എന്ത് ചെയ്തു? ക്ലേശവും ബുദ്ധിമുട്ടും അവരെ ബാധിച്ചു. ക്ലേശവും ബുദ്ധിമുട്ടൊക്കെ അവരെ ബാധിച്ചു. വസുൽസിലു, സുൽസിലു, ഉറപ്പിക്കപ്പെട്ടു. ഉറപ്പിക്കപ്പെട്ടു. ഇത് നമ്മള് ഇതിന്റെ ഒന്നാമത്തെ രൂപം എന്താ? സുൽസിലയാണ് ഇതിന്റെ കർമ്മണ പ്രയോഗത്തിന് ഒന്നാമത്തെ രൂപം. ഇതാ സുൽസിലത്തിൽ ആർന്നു. ജൽസലയാണ് അതിന്റെ പോസിറ്റീവ്, അതിന്റെ എന്താ കർത്തരി പ്രയോഗം. ജൽസില വിറപ്പിച്ചു, സുൽസില വിറപ്പിക്കപ്പെട്ടു. സുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ എന്നാണ്. അത് നമ്മളിപ്പം ഇപ്പൊ പറയുമ്പോഴത്തേക്ക് ഹത്തായ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നാൽ യഖൂല, ഹത്താ യഖൂല പറയുന്നത് ആര്? റസൂല് പറയുന്നത്. വല്ലദീന ആമനു, വിശ്വാസികളും പറഞ്ഞു. മാഹു, അദ്ദേഹത്തോടൊപ്പമുള്ള. റസൂല് പോലും ചോദിച്ചു. അന്ത്യപ്രവാചകനെ കുറിച്ചല്ല പറയുന്നത്, അതിന് മുമ്പുള്ള റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. ആ റസൂല് ചോദിച്ചു. വല്ലദീന ആമനു, വിശ്വാസികളും ചോദിച്ചു. ആ റസൂലിനോടൊപ്പം വിശ്വാസികൾ ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, സഹായം എപ്പോഴാണ്? സഹായം എപ്പോഴാണ് എന്ന് ചോദിക്കുമാറ് അവരെ കിടുകിടാ വിറപ്പിക്കപ്പെട്ടു. ഭയവിഹ്വരരായി. അപ്പം ഭയവിഹ്വരതയും കൊല്ലപ്പെടലും അതേപോലെ ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടലും ഒന്നും പുതുമയുള്ള കാര്യമല്ല. ഇതൊക്കെ ഈ സമുദായത്തിന്റെ ഈ മാർഗത്തിൽ മുമ്പ് സഞ്ചരിച്ചു പോയവരുടെ അനുഭവങ്ങളാണ്, അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. റസൂൽ വല്ലദീന മത്താ നസ്റുല്ലാഹ്, റസൂൽ പോലും ചോദിച്ചു എന്നാ പറഞ്ഞത്. അല്ലോ എപ്പോഴാണ് സഹായം? എന്നിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിയുക. ഇവിടെ അല എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ചില സ്ഥലങ്ങളിൽ അല രണ്ട് വാക്കുണ്ടാവും. അല യഅലമു മൻ ഖലഖ്, അവിടെ എന്താണ്? അവിടെ അല്ല. ആണോ ഉണ്ടോ? ലാ ഇല്ല. ആണോ ഉണ്ടോ, ലാ ഇല്ല, അല്ല അല്ല എന്ന രണ്ട് വാക്ക് ചില സന്ദർഭത്തിൽ വരും. ഇവിടെ പക്ഷെ എന്താണ്? അലാ എന്ന് പറഞ്ഞാൽ ഉണർത്തലിന് വേണ്ടിയുള്ളതാണ്. അല്ല, അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, അറിഞ്ഞുകൊള്ളുക, ശ്രദ്ധിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന നസ്റല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹിന്റെ സഹായം ഉടനെ തന്നെ ഉണ്ട്. അള്ളാഹിന്റെ സഹായം ഉടനെ തന്നെ ഉണ്ട്. 1000 വർഷങ്ങളൊന്നും കഴിയണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഖിയാമത്ത് നാളില് ഒരു വർഷം എന്ന് പറയുന്നത് 50,000 വർഷമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഉടനെ ലഭിക്കും. ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹിന്റെ സഹായം സമീപസ്ഥമാണ്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്താ ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? നിങ്ങൾ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കൂ. അൻഫിഖൂ ഫീ സബീലില്ലാഹി എന്ന് പറയുമ്പോൾ, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെലവഴിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഇപ്പൊ മുമ്പ് നമ്മളൊരു വാക്ക് പറഞ്ഞില്ലേ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പറഞ്ഞത്? ഖുലിൽ അഫു. അന്ന് പറഞ്ഞെന്താ? ബാക്കിയുള്ളതൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇവിടെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താ ഞങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന് അവർ ചോദിക്കുന്നു. അപ്പൊ വേറൊരു രീതിയിലാണ് മറുപടി ഇടുന്നത്. ഖുൽ, പറയൂ, മാ അൻഫഖ്തും, എന്താണോ നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത്, നിങ്ങൾ ഖൈരിൻ, നന്മയാൽ. നന്മയാൽ എന്ത് നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് അള്ളാഹിന്റെ അടുക്കൽ എന്താണ്? മൂല്യമുള്ളതാണ്. അല്ലേ? അത് അള്ളാഹിന്റെ അടുക്കൽ മൂല്യമുള്ളതാണ്.
അൻഫഖ്തു മിൻ ഖൈരിൻ. കുലിൽ അഫ്വ പറയാൻ കാരണം എന്താ? യസ്അലൂനക മാദാ യുൻഫിഖൂന എന്ന് പറഞ്ഞപ്പോ കുലിൽ അഫ്വ എന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ അർത്ഥം എന്താ? എന്താ ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ബാക്കിയുള്ളതൊക്കെ കൊടുത്തേക്കുണ്ട്. നമ്മളെന്ത് ചെയ്യും? നമ്മൾ എന്റെ അടുത്ത വർഷം ഒരു 5 വർഷം കഴിയുമ്പോൾ എന്റെ മകളെ കല്യാണം കഴിക്കുന്നത്, അവൾക്കുള്ള ആഭരണങ്ങളും അതുപോലെ കൊടുക്കാനുള്ള എസ്റ്റേറ്റും കാറും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യണം, സേഫ് ഗാർഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മറ്റാരെങ്കിലും കൊടുക്കേണ്ടത്. അങ്ങനെ മകളുടെ കല്യാണം കഴിയുന്ന സംഭവം കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഉത്തരവാദിത്വമായി മകന്റെ കാര്യം, മകന്റെ മകളുടെ കാര്യം, പിന്നെ എന്തായി? ഒരിക്കലും അള്ളാന്റെ മാർഗം ചെലവഴിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മൾ സാധ്യത ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ നമ്മൾ ചൂടെടുക്കുന്നുണ്ട്, അപ്പം നമുക്കൊരു AC വെക്കണം. AC അപ്പോൾ 75,000 AC ആയി. അപ്പം പിന്നെ നമ്മൾ ഉള്ള പൈസയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റെഫ്രിജറേറ്റർ കേടായി, അപ്പോൾ അവർ 50,000 രൂപ റെഫ്രിജറേറ്റർ വാങ്ങിച്ച് പിന്നെയും ആൾക്കാർ കൊടുക്കാവുന്നില്ല. അങ്ങനെ 1 by 1 പിറകെ ഒന്നായിട്ട് നമുക്ക് എപ്പോഴും ചിലവ് വന്നുകൊണ്ടേ. എന്താ പറയുക, നീ അങ്ങനെ നാളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ബാക്കിയുള്ളത് കൊടുത്തേക്കുക. കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ വേറെ രീതിയിൽ അത് വരും. അതുകൊണ്ടാണ് അവിടെ ഒരു ലാഭം ബാക്കിയുള്ളത് കൊടുത്തേക്കാം. പിന്നെ സക്കാത്തിന്റെ നിശ്ചിത ഓഹരിയൊക്കെ വന്നു, അത് വേറെ കാര്യം, അത് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്തായാലും ഒഴിക്കുകയാണെന്ന് ചോദിച്ചാൽ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നന്മയാൽ എന്ത് ചെലവഴിച്ചാലും അത് വാല്യുബിൾ ആണ്. അത് ആർക്ക് കൊടുക്കണം? ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക്. സക്കാത്ത് മാതാപിതാക്കൾ കൊടുക്കാൻ പറ്റില്ല. ഇതെന്താണ്? ജനറൽ ഇൻഫാഖിനെ മാതാപിതാക്കൾക്ക് ഉണ്ടാകുമ്പോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉള്ളോലാവുമ്പോ കൊടുക്കണ്ടല്ലോ. അത് മാതാപിതാക്കൾക്ക് ഉള്ളോലാവുമ്പോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ളവരാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സക്കാത്തിന് അർഹരായിട്ട് മാതാപിതാക്കളാണുള്ളെങ്കിൽ മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് വാലിഡ് ആവില്ല. അല്ലാതെ ഉള്ളത് ഉള്ളവരാണെങ്കിലും മാതാപിതാക്കൾ കൊടുക്കാമല്ലോ. മാതാപിതാക്കൾ ഉള്ളവരാണ്, അപ്പോഴും കൊടുക്കും. നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അയാൾ ഉള്ളയാൾക്ക് മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇല്ലാത്തവർക്ക് മാത്രമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് വിളിച്ച ആൾക്കാരെല്ലാം എന്തായിരുന്നു? ഭക്ഷണം കിട്ടാത്തവരാ? ഭക്ഷണം കിട്ടാതെ തെരുവിൽ അലയുന്ന എത്ര പേരുണ്ടായിരുന്നു അതിൽ വന്ന് കഴിച്ചപ്പോ? ഇനി നമ്മൾ അവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് പോയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ പറയും, അവിടെ 500 പേർക്ക് ഇരിക്കുക, 500 പേര് നമ്മൾ 300 പേർക്കുള്ള അല്ലെങ്കിൽ 500 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ വിളിച്ചത് 300 പേരാണ്. 300 പേര് വിളിച്ചാൽ 500 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെങ്കിലേ അവിടെ തികയുള്ളൂ. കാരണം അവിടെ കുറെ ആൾക്കാർ വരും, അങ്ങനെ ഭക്ഷണം കഴിച്ചു പോകും. യഥാർത്ഥത്തിൽ അവർക്കാണ് കൊടുക്കേണ്ടത്. അവര് എവിടെയെങ്കിലും ഒന്ന് ആഹാരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കൊടുക്കുന്ന ആർക്കാ? എല്ലാം തികഞ്ഞ ആൾക്കാർ. നമ്മൾ സദ്യ വിളിച്ച് സൽക്കാരം നടത്തുന്ന ആൾക്കാർ ആരെ ആദ്യം വിളിക്കുന്നത്? എല്ലാം തികഞ്ഞ ആൾക്കാരാ. അപ്പോ തികഞ്ഞതാണ്. മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പൊ ഉള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ ഹദീസ് തന്നെ ഉണ്ട്. അപ്പൊ അത് ഗിഫ്റ്റ് കൊടുക്കലാണ്. അതേസമയം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതും എന്താണ്? ഖൈറാണ്. വൽ അക്രബീൻ, അടുത്ത ബന്ധുക്കൾ കൊടുക്കുന്നതും നല്ലതാണ്. വൽ യതാമ, യതാമയുടെ ഏകവചനം എന്താ? യതീമിന്റെ ബഹുവചനം എന്താ? ഐത്താമും യതാമയും ഒക്കെ ഉണ്ട്. വൽ മസാക്കീനി, മസാക്കീൻ എന്ത് പറഞ്ഞു? നമ്മള് കെസ് വരാത്ത പദം എന്ന് പറഞ്ഞല്ലേ? ഇവിടെ എന്താ കെസർ വന്നത്? അൽ വന്നാൽ കെസർ വരും കേട്ടോ. മസാക്കീന് കെസ് വരാത്ത പദമാണ്, ഒരു ലമ്മേ ഉള്ളൂ. മസാക്കീനു എന്നാണ് അതിന്റെ രൂപം. വൽ മസാക്കീനി, ഇവിടെ ലീ വന്നുകൊണ്ടാണ് എല്ലാത്തിനും കെസ് കേട്ടോ. ലിൽ വാലിദൈൻ. അപ്പൊ വാലിദൈൻ എന്ന് പറഞ്ഞാൽ കെസർ ചെയ്യപ്പെട്ട രൂപമാണ്.
വാലിദൈനിൽ കസർ ചെയ്യപ്പെടാത്ത ലമ്മ് ചെയ്യപ്പെട്ട രൂപം എന്തായിരിക്കും? والدين ദൈനായോ? വാലിദാനി. والدان വാലിദാനി കേട്ടോ. വാലിദൈനി എന്ന് പറയുന്നത് ദ്വിവചനമാണ്. വാലിദൈനി ദ്വിവചനം. വാലിദും വാലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ്. അപ്പൊ വാലിദൈനി എന്ന് പറഞ്ഞാലോ മാതാപിതാക്കൾ. രണ്ട് പിതാവ്. ഒരാൾക്ക് രണ്ട് പിതാവ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പിതാവിനും മാതാവിനും വാലിദാനി എന്നാണ് ലമ്മ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വാലിദുൻ വന്നിട്ട് പിന്നെ ദ്വിവചനം പറയുമ്പോൾ വാലിദാനി. ലീ വരുമ്പോ എന്ത് ചെയ്യണം? വാലിദാനിയെ വാലിദൈനിയാക്കാം. ലിൽ വാലിദൈനി മാതാപിതാക്കൾക്കുള്ളതാണ്. അപ്പം മമ അൻഫഖ്തും മിൻ ഖൈരിൻ നന്മയാൽ നിങ്ങൾ ചിലവഴിക്കുന്നത് എന്തും ആദ്യ അവകാശി ആരാ? മാതാപിതാക്കൾ. സക്കാത്തിന്റെ അവർക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞില്ല, മറിച്ച് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ കൊടുക്കുന്നത് ആദ്യം മാതാപിതാക്കൾക്ക്. അതേപോലെ മക്കൾ അക്രബീൻ ബന്ധുക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ബന്ധുക്കള് സക്കാത്തിന്റെ അവകാശികൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിമീന ഫീ സബീലില്ലാഹി വബിനി സബീലി. പരിവർത്തനമല്ലാന്ന് അവിടെ ഫർലാക്കപ്പെട്ട രീതിയിൽ പറഞ്ഞത് എല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട്. സദഖാത്തുൽ ഫുഖറാഇ വൽ മസാ അവിടെ എന്ത് ചെയ്തിട്ടില്ല? അക്രബീൻ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ അത് ബൈത്തുൽ മാലിൽ അടയ്ക്കേണ്ടത്. ചില ആൾക്കാർ പറയും സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ ബന്ധുക്കൾക്ക് തന്നെ അവകാശങ്ങളുണ്ട്, നമ്മൾ അങ്ങ് കൊടുക്കുന്നു. ബന്ധുക്കളുടെ അവകാശികളുണ്ട്. ബന്ധുക്കളിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? 97 കൊടുക്കും. 97 കിന്നിക്കാങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിന്നാ കൊടുക്കേണ്ടത്. മറിച്ച് രണ്ടിന് എന്ത് ചെയ്യണം? 2.5% നിങ്ങൾ അല്ലെങ്കിൽ നിശ്ചിതമായ സക്കാത്ത് നിങ്ങൾ പണത്തിന്റെ ആണെങ്കിൽ 2.5, കച്ചവടത്തിന്റെ ആണെങ്കിൽ 2.5. 2.5 എന്ത് ചെയ്യണം? അത് ബൈത്തുൽ മാൽ അടയ്ക്കുകയും പൊതു സക്കാത്ത് സംരംഭം ഉണ്ടാക്കുകയും അതിന് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതിലേക്ക് അടയ്ക്കുകയും അവര് പിന്നീട് എന്ത് ചെയ്യും? അർഹരായ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഉചിതമായ രീതിയിൽ അവരുടെ പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം മാറത്തക്ക രീതിയിലുള്ള സൊല്യൂഷൻ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്ന് നമ്മൾ കച്ചവടം എഴുതി വെച്ചു, ഓക്കെ ഒരു 100 പേർക്ക് നമ്മൾ കൊടുക്കും. എല്ലാ 100 പേർക്ക് അബ്ദുറഹ്മാൻ, ഫാത്തിമ, ഇങ്ങനെ അഹമ്മദ്, അലി, കുറെ ആൾക്കാരുടെ പേര് എഴുതി. ഈ പേര് എഴുതി എന്തിനാണ്? ഇയാൾ അടുത്ത പ്രാവശ്യം വരും, അപ്പൊ അയാൾക്കുള്ള നേരെ മാറ്റി വെച്ചേക്കണം. എല്ലാ വർഷവും ഇവർ വരും, എല്ലാ വർഷവും കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര വർഷം കൊടുത്തു? 10 വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 വർഷത്തെയും കൂടി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രശ്നം തീരും. അയാൾക്ക് വീടില്ലാത്തയാണെങ്കിൽ വീട് കിട്ടും, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഉണ്ടാക്കി കൊടുത്താൽ അയാൾ കൃഷി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്താൽ കൃഷി കച്ചവടം ചെയ്യും. അപ്പൊ പിന്നീട് അയാള് മറ്റുള്ളവരോട് യാചിക്കാൻ വരില്ല. അതാണ് സക്കാത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് പൊതു സംരംഭം ഉണ്ടാക്കുകയും ആ ഫണ്ടിലേക്ക് അടയ്ക്കുകയും അത് ആ രീതിയിൽ ചെയ്യുകയും ചെയ്യണം. ബാക്കി 97 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ അതേപോലെ സക്കാത്തിന്റെ വിഹിതം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എന്ത് ചെയ്യണം? പിന്നെയും കൊടുക്കണം. എന്തുകൊണ്ട് പിന്നെയും കൊടുക്കണം? നമ്മള് ഫർള് 17 റക്അത്താണ് ഫർള് നമസ്കരിക്കേണ്ടത്, അല്ലേ? ലോഹർ 4. ആരെങ്കിലും ലോഹർ 4 റക്അത്ത് മാത്രം നമസ്കരിക്കുമോ? അത്യാവശ്യമാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മള് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കും, അല്ലെ ചില 2 റക്അത്ത് 4 റക്അത്ത്. അപ്പൊ തന്നെ എന്തായി? ഇരട്ടിയായി, അല്ലേ? പിന്നെ 2 റക്അത്ത് നിസ്കരിക്കും, അപ്പം 6 ആയി. 4 2 6, 4 റക്അത്ത് നിർബന്ധമാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 6 റക്അത്ത് അഡീഷണൽ നമസ്കരിച്ചു. അപ്പൊ 4 6 10 ആയി. ഇപ്പൊ 2.5% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? 2.5% സക്കാത്ത് കൊടുക്കണം. ഈ 2.5% സക്കാത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആർക്കാ കൊടുക്കേണ്ടത്? ബന്ധുക്കൾ കൊടുക്കണം. അപ്പൊ 2% ബന്ധുക്കൾ കൊടുക്കും. അപ്പൊ ബൈത്തുൽ മാൽ എന്ത് അടയ്ക്കും? ബൈത്തുൽ മാലിൽ അടയ്ക്കാൻ ഒന്നുമില്ല. അപ്പൊ പോക്കറ്റിൽ ചിലവൊന്നും ഇല്ലാത്ത നിസ്കാരമാണെങ്കിൽ 1000 റക്അത്ത് നിസ്കരിച്ചാലും കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നിർബന്ധമായ നമസ്കാരത്തിന് പുറമെ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കും.
അപ്പൊ അത് 10 നമസ്കരിക്കുന്നവരുണ്ട്, 12 നമസ്കരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കൂടാതെ മാരിമുൽ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട്. പിന്നെ ഇഷ്റാഖ് നമസ്കാരം, ദുഹാ നമസ്കാരം, ഖിയാമുൽ ലൈല്, തഹജ്ജുദ് എല്ലാം കൂടെ കൂട്ടിയാല് 17ന്റെ എത്രയോ ഇരട്ടി വരും അല്ലെ. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോഴോ 2.5% നമ്മൾ ബന്ധുക്കൾ കൊടുക്കും. ബാക്കി പിന്നെ ബൈത്തുൽ മാലിൽ അടയ്ക്കാൻ ഒന്നുമില്ല. ബാക്കി 97 നമ്മുടെ അടുത്തുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? AC ആയിട്ടും റെഫ്രിജറേറ്ററായിട്ടും കാറായിട്ടും പെട്രോളായിട്ടും കട്ടയായിട്ടും സിമെന്റ് ആയിട്ടും ചെലവഴിച്ച് തീർക്കുക. അപ്പം വാലിദൈന് സക്കാത്തിന് അർഹതയില്ലെന്ന് പറഞ്ഞു. അപ്പൊ വാലിദൈന് കൊടുക്കേണ്ടത് ഏതാ? വാലിദൈന് കൊടുക്കേണ്ടത് ബാക്കി 97 കൊടുക്കേണ്ടത്. അക്രബീന് കൊടുക്കേണ്ടത് 97 കൊടുക്കേണ്ടത്. പിന്നീട് വരുന്ന യത്താമയും മസാക്കീനും ഒക്കെ എന്താണ് നേരത്തെ പറഞ്ഞ ഫുഖറാ വൽ മസാക്കീൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ വരുന്നവർ ജക്കാത്തിന്റെ അവകാശികളിൽ വരുന്നവരാണ്. വബിനി സബീൽ, ഇബ്നു സബീൽ ജക്കാത്തിന്റെ അവകാശികൾ വരും, വഴിയാത്രക്കാരൻ. അമാ തഫഅലു മിൻ ഖൈരിൻ, അപ്പൊ എന്ത് ചെയ്യണം? ഇവർക്കൊക്കെയും ചെലവഴിക്കണം, ചെലവഴിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ കുരിൽ അഫു എന്ന് പറഞ്ഞത് എന്താണ്? ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. എത്രത്തോളമാണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ബാക്കിയുള്ളതൊക്കെയും ചെലവഴിക്കാം. ഇവിടെ എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോ. ചോദിച്ചോട്ടെ. പറയും. ഈ അക്രബീന് ഈ സക്കാത്ത് കൊടുക്കാൻ പാടിനാണ് സാഹിബ് പറഞ്ഞത്. അപ്പൊ അതില് പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞില്ല. സോറിയാ, പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് ജക്കാത്ത് എന്നാൽ ജക്കാത്ത് എന്താണ്? ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹും എന്നാണ്. അവരിൽ നിന്നും ജക്കാത്ത് വസൂൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ജക്കാത്ത് സംഭരിച്ചു സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഹുസൈനോ ഹസൻ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടിലൊരാളാണ് ഈ ജക്കാത്തിന്റെ അവകാശം, പിന്നെ ജക്കാത്തിന്റെ മുതൽ അവിടെ കൂട്ടിയിരിക്കുന്നതിൽ നിന്നും ഒരു ഈത്തപ്പഴം എടുത്ത് തിന്നെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ അവിടെ ഈ ജക്കാത്തിന്റെ മുതൽ അവിടെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ ജക്കാത്തിന്റെ മുതലോട്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഭരണാധികാരി ജക്കാത്ത് വാങ്ങണം. അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു സംവിധാനം ഉണ്ടാവണം. നിക്കാഹിന് അനുവാദം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നവർ, അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ പണം പിരിക്കുന്നവർ ജക്കാത്ത് പിരിക്കണം. എന്നിട്ട് സാധുക്കളെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനമാണ് ഇസ്ലാമിന്റെ സംവിധാനം. അല്ലാതെ വ്യക്തി സ്വന്തം ചെലവഴിക്കുന്നതല്ല ഇസ്ലാമിന്റെ സംവിധാനം. അപ്പൊ അങ്ങനെ ഒരു ബൈത്തുൽ മാൽ ഉണ്ടാവുകയും ബൈത്തുൽ മാലിൽ അടച്ചിട്ട് അവരാണ് സംരംഭം കണ്ടെത്തുന്നത്. അതേസമയം അക്രബീന് നമ്മൾ ഈ പറഞ്ഞ ഞാൻ ചെലവ് കൊടുക്കേണ്ടതില്ലാത്ത, ഞാൻ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനല്ലാത്ത ആൾക്കാർ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജക്കാത്ത് കൊടുത്താൽ ഈ വീടുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ജക്കാത്ത് കൊടുത്താൽ ബാധ്യത തീരും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഞാൻ ലോഹർ നമസ്കാരം 12:30 ബാങ്ക് വിളിക്കുന്നത്, 12:20 ബാങ്ക് വിളിക്കുന്നത്, ലോഹർ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ 3:20 അല്ലെങ്കിൽ 20:25 അസർ ബാങ്ക് വിളിക്കും. അപ്പൊ ലോഹർ നമസ്കാരം എത്ര മണി വരെ നമസ്കരിക്കാം? എനിക്ക് അസർ ബാങ്ക് കഴിക്കുന്നവരെയും നമസ്കരിക്കാം. അപ്പൊ അത് ബാധ്യത വരും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അസർ ബാങ്ക് വരെ നീട്ടുമോ? അങ്ങനെ അസർ ബാങ്കിന്റെ സമയം വരെ നീട്ടിക്കൊണ്ട് പോകുന്ന നമസ്കാരത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അലസമായി നമസ്കരിക്കുന്നവരെന്ന് പറയും, അല്ലേ? സക്കാത്ത് ബന്ധുക്കൾക്ക് മാത്രം കൊടുക്കുന്നവർക്ക് എന്ത് പറയും? അവൻ മിടുക്കന്മാർ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സക്കാത്തിന്റെ ഉത്തമമായ രീതി എന്ന് പറയുന്നത് കേന്ദ്രീകൃത വിതരണ രീതിയാണ്. അതേസമയം അക്രബീന് കൊടുത്താൽ വീടും. അല്ല, ഒരു വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടി സമയം ഞാൻ സ്ഥാനം എടുക്കുന്നില്ല. ഒരു വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുടുംബത്തിലെ ഒരു ഇഷ്യൂ വരികയും അതിന് സമ്പത്ത് പുറത്തുള്ള ആൾക്കാരടക്കം വാങ്ങിയിട്ട് മാത്രമേ തികയാൻ പറ്റൂ. അതായത് ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ഉദ്ദേശമാണ്. അപ്പോൾ കുടുംബത്തിലെ ആൾക്കാരൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പൈസ. അപ്പോൾ അതിൽ പിന്നെ കുടുംബത്തിലവരുടെ സകാത്ത് വാങ്ങിയിട്ട് അത് ചെയ്തു കൊടുത്തുകൂടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് അതിന്റെ ഹുക്കുമ്, അതിന്റെ വിധി. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ സെമി സംവിധാനമായി വരുന്നുണ്ടല്ലോ. നേരത്തെ വന്ന ഒരു പൂർണ്ണ സംവിധാനമാണെങ്കിൽ അതിന്റെ ഒരു സെമി സംവിധാനമായി വരുന്നുണ്ടല്ലോ. കുടുംബക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്, ഒരു സക്കാത്ത് സംരംഭമുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാര്
ഒരു വർഷത്തിൽ ഒരാൾക്കുള്ള പ്രശ്നം തീർത്താൽ അടുത്ത വർഷത്തിൽ അടുത്തൊരാളുടെ പ്രശ്നം തീർക്കാം. അങ്ങനെ നേരത്തെ പറഞ്ഞ സംവിധാനത്തിന്റെ ഒരു സെമി സംവിധാനം വരുന്നുണ്ട്. അതെ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വാങ്ങാണ്. പുറത്തുള്ള ആൾക്കാരോട് വാങ്ങേണ്ടി വരുന്നില്ല, കാരണം അത് പൂർത്തീകരിക്കാൻ വേണ്ടി. അത് മറ്റൊരു രീതിയാണ്, അങ്ങനെ ചെയ്യാം, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 2.5 തന്നെ ലിമിറ്റ് ആക്കുന്നതാണ് എന്റെ ചോദ്യം. അതല്ല മറ്റവും കൂടി കൊടുക്കുന്നുണ്ട്, അല്ല തികയൂല, അതുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. ഇൻഷാ അല്ലാഹ്, ജസാഖല്ലാഹ് ഖൈർ. വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അല്ലാഹ് നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം അല്ലാഹ് നന്നായി അറിയുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് സമയം പോയി, കുറച്ച് ലേറ്റായി. മറ്റെന്തെങ്കിലും കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ വ്യക്തമാകേണ്ടതുണ്ടോ? ഇതിലെ ഒരുപാട് ഗ്രാമർ കോംപ്ലിക്കേഷനും ഒന്നും കാണുന്നില്ല. അത് ഇതുവരെയും പറയല് സക്കാത്ത് പ്രയോറിറ്റി കുടുംബത്തിന് എന്നാണ് ഇതുവരെയും പഠിച്ചിട്ടുണ്ടായത്. പ്രയോറിറ്റി എപ്പം പറയുന്നുണ്ടല്ലോ. എന്ത് ചെയ്യുന്നു നമ്മള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളെ ബന്ധുക്കൾക്ക് കൊടുത്തോളാൻ. ഖുർആൻ എന്ത് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം, വസൂൽ ചെയ്യൂ സദഖത്തൻ, അവരിൽ നിന്നുള്ള. സദഖ മീൻസ് നേരത്തെ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ എന്ന് പറഞ്ഞിടത്ത് സദഖ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ വാക്ക് നിങ്ങൾ അവരിൽ നിന്നും വസൂൽ ചെയ്യുക, സദഖ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഓരോരുത്തരുടെ മഹല്ലിൽ കൊടുക്കുക. അതെ, മഹലിലോ അങ്ങനെ ഒരു പൊതു സംരംഭം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും നാട്ടില് ഉത്തമം. ഇതുപോലുള്ള സംവിധാനങ്ങള് ഒട്ടും ഇല്ല എന്നല്ലോ. പുറത്തൊക്കെ ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കൊണ്ടുപോകുന്നുണ്ട്. നാട്ടില് അപ്പൊ നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യണം? സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇതുപോലെ നമ്മുടെ നാട്ടിൽ പള്ളി ഇല്ലെങ്കിൽ അവിടെ പള്ളി ഉണ്ടാക്കുമല്ലോ. അപ്പൊ പള്ളി ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ കമ്മിറ്റി ഉണ്ട്. സക്കാത്ത് സംവിധാനം ഇല്ലെങ്കിൽ സക്കാത്ത് സംവിധാനം ഉണ്ടാകും. പല സ്ഥലങ്ങളിലും ഇപ്പൊ നേരത്തെയൊക്കെ എന്താ പറയാ, ഉൽപ്പതിഷ്ണുക്കളായ ആൾക്കാർ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദുകാരൊക്കെ ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ അല്ലാത്ത മഹല്ലുകളിലും ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട്. പത്രങ്ങളിലൊക്കെ ഇപ്പം വായിക്കുന്നുണ്ട്, വ്യവസ്ഥാപിതമായിട്ട് വരുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ അതിന് പത്രം ഉണ്ടെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടാവും, തെളിവുണ്ടെന്നൊക്കെ ചോദിച്ചു. ഖുർആൻ തന്നെയാണ് തെളിവ്. ഓക്കെ, അതിലേക്ക് വരും. പിന്നെ പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പ്രയോറിറ്റി വ്യക്തി സ്വന്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അയാളുടെ ബന്ധുക്കൾക്കാണ് എന്ന് പറയും. ഈ വ്യക്തി സ്വന്തമായിട്ട് കൊടുക്കേണ്ട സാഹചര്യം വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഖിലാഫത്ത് അധപ്പതിക്കുകയും പിന്നീട് വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തപ്പോഴാണ് ഈ ഒരു വിഷയം വന്നത്. വ്യക്തി സ്വന്തമായിട്ട് കൊടുക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെ ബന്ധുക്കൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇനി തുതഹിറുഹും വതുസക്കീഹിം എന്ന് പറഞ്ഞല്ലോ, അവരെ സംസ്കരിക്കുന്നതിനാൽ ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നതാണോ അതല്ല നമ്മള് പിന്നെ നേരത്തെ പറഞ്ഞ സംവിധാനം, ഞാൻ പറഞ്ഞ നേരത്തെ സംവിധാനം, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിട്ട് ഇടുമ്പോഴും ആരെ എത്ര തുക എന്താണ് ആരുടെ തുകയാണെന്നൊന്നും ആരും അറിയില്ല. അപ്പൊ ഈ കൊടുക്കുന്ന ആൾക്ക് എന്താവും? അയാൾ കൊടുക്കുന്ന കാരണമായി അയാളെ ആത്മസംസ്കരണം ഉണ്ടാവും, തന്റെ സമ്പത്തിൽ സംസ്കരണം ഉണ്ടാവും, അയാളുടെ ലബ്ധിൽ നിന്നും സംസ്കരണം ഉണ്ടാവും. ഇതിനൊക്കെ കൂടിയാണ് സക്കാത്ത് സംവിധാനം നിശ്ചയിക്കുന്നത്. അപ്പൊ വ്യക്തിക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്താകും? അവൻ തന്നു. അപ്പൊ നമ്മള് തന്ന ആളെ കാണുമ്പോഴത്തേക്ക് എന്താകും? നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. അത് വരുമ്പോ തുണി അഴിച്ചിടണം, നല്ല കാര്യങ്ങളൊക്കെ മടക്കി കുത്തിയ തുണി. അപ്പോ അതൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം എന്ത് ചെയ്ത് സാമൂഹികമായത് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അത് ശരിയായ രീതിയിൽ പ്രയോഗവൽക്കരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കുള്ള പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മത്തിന് അവരുടെ പ്രയാസം നിങ്ങളുടെയും പ്രയാസമാണ് എന്ന ബോധം ഉണ്ടായി കൊടുക്കട്ടെ. കാലങ്ങളേറെയായി നടന്നു വരുന്നത് ഈ ചായ കുടിച്ച് പിരിയിലാണ്. പിന്നെ ഇടക്കാലത്ത് ചായ കുടിക്കാൻ വേണ്ടി കൂടുതലും ഇല്ലാതായി. വീണ്ടും ചായ കുടിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നല്ല കാര്യം. അതേപോലെ പല രാജ്യങ്ങളും അവരെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ആരാണോ പകുത്തു കൊടുത്തത് അവർ പോലും ഇപ്പോൾ അംഗീകരിച്ച മട്ടാണ്. പക്ഷെ അതിന്റെ പിന്നാലെ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. എന്തായിരുന്നാലും നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇത് വരാനിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമുക്കിത് വന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിന് അവകാശമായി തീരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രയാസങ്ങൾ, അവർ മരിച്ചുപോയവരെ ശുഹദായി സ്വീകരിക്കാനും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളെ തൽക്രമമായി സ്വീകരിക്കാനും പിറന്ന നാടിന് വേണ്ടിയുള്ള ത്യാഗം എപ്പോഴും എന്താണ്? ജിഹാദാണ്, അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പൊ അതൊന്നും അത് കബൂൾ ചെയ്യാനും അടുത്ത ഒരു തലമുറ ഇത് പോയാൽ അടുത്തൊരു തലമുറ എന്ത് ചെയ്യും? പകരം വരും. അടുത്തൊരു തലമുറ പകരം വരും, അവിടെ തന്നെ അധിവസിക്കും, ഇതിനു വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഒരു സമൂഹം മാറി വരട്ടെ. അതേപോലെ ഇപ്പോൾ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന, അവരെ ക്രൂരമായി നിഷ്ഠൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ബോധോദയമുണ്ടാവാനും ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരാനും അവർക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله وبركاته.